പോത്തീസിനൊപ്പം. ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ആര്യാർ ദേവൻ, എന്റെ കൂടെ കൃഷ്ണേന്ദു. അപ്പോൾ കൃഷ്ണേന്ദു, ഇന്നൊരു നല്ല ഞായറാഴ്ചയാണ് അല്ലേ? പക്ഷെ നല്ല ഗംഭീര മഴയോട് കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയിരിക്കുന്നത്. ഓഫീസിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യമാണ്. അതെ, ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എന്താ എണീറ്റ് വരാനാണോ? അതെ. ഇല്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. സാധാരണ എല്ലാവർക്കും ഇന്ന് വളരെ മടിയുള്ളൊരു ദിവസമായിരിക്കില്ല, കാരണം അവരുടെ ഒരു ഹെക്ടിക് വീക്ക് എൻഡ് ചെയ്ത് റെസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. നമ്മളെ സംബന്ധിച്ച് വീക്കെൻഡ് ഒന്നും ഇല്ല, പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യം കൂടിയാണ്. എന്തായാലും ഓക്കെ, നമുക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ ഞായറാഴ്ചയുടെ അലസത നമ്മുടെ വാർത്തകളിലൊന്നുമില്ല. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചയോളമായി അല്ലേ ഹേമ കമ്മിറ്റി വിഷയത്തിന്മേലുള്ള വിവാദം, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പുതിയ പ്രതികരണങ്ങൾ, ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തൽ വരുന്ന സാഹചര്യമാണ്. ഇന്നും അത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നമ്മുടെ ന്യൂസ് 18 കേരളത്തിൽ ഉണ്ടാകും, മോർണിംഗ് വൈബ്സിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകരുമായി നമുക്ക് ആദ്യം തന്നെ പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവയ്ക്കാൻ സിനിമാ മേഖലയിലെ നടിമാർ തന്നെ നമുക്കൊപ്പം ചേരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ തുടങ്ങിയതുപോലെ തന്നെ, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ, വാർത്തകളൊക്കെ തന്നെയാണ് നമ്മൾ തുടർച്ചയായി കൈകാര്യം ചെയ്തുകൊണ്ട് വരുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിലും നടൻ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല ഏരിയയിൽ നിന്ന്, പല മേഖലകളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്തായാലും മുകേഷ് രാജിവെക്കേണ്ടതില്ല, രാജിവെക്കില്ല എന്നുള്ള നിലപാട് ഇന്നലെ തന്നെ പാർട്ടി സെക്രട്ടറി വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തു. അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്നലെ കൃഷ്ണേന്ദു നമ്മൾ പുറത്തുവിട്ടത്, ന്യൂസ് 18 കേരളം പുറത്തുവിട്ടത്. അതായത് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളത് സിനിമാ മേഖലയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലുമുണ്ട് എന്നുള്ള വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് AICC മുൻ അംഗം കൂടിയായ സിമി റോസ്ബെൽ ഇന്നലെ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായത്. അതായത് കോൺഗ്രസിൽ ഇത്തരത്തിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, അവർ സ്ത്രീകൾക്ക് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തണം, അല്ലെങ്കിൽ സ്വന്തമായ ഒരു ഇടം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ മുതിർന്ന നേതാക്കളെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോയാലേ സാധിക്കുകയുള്ളൂ. അതെ, ചില വനിതാ നേതാക്കളുടെ പേരുകൾ പോലും പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും അവരുടെ ഭാഗം കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. എന്തായാലും ആ വനിതാ നേതാക്കളുടെ പ്രതികരണം ഇന്നത്തെ ദിവസം ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോട് ഉറ്റുനോക്കുകയാണ്. എന്തായാലും VD സതീഷിനെതിരെ ഗുരുതരമായ ആരോപണം സിമി നടത്തിയിട്ടുണ്ട്. പവർ ഗ്രൂപ്പ് ഉണ്ട്, ആ പവർ ഗ്രൂപ്പിൽ ഉള്ളത് VD സതീശനാണ് എന്ന് ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും VD സതീശന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ വന്നിട്ടില്ല, ഇന്ന് നമ്മൾ അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു പൊതു വാർത്താ ചിത്രം എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കും. അതോടൊപ്പം നമ്മൾ മോർണിംഗ് വൈബ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പെഷ്യൽ സെഗ്മെന്റ്, അതിനെക്കുറിച്ച് കൂടി പറഞ്ഞു പോകാം അല്ലേ? അപ്പോൾ ഇന്നും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്, അവരുടെ സന്തോഷം പങ്കുവെക്കാൻ. അപ്പോൾ പ്രേക്ഷകർക്ക് അവരുടെ സന്തോഷങ്ങളും അതെന്തുമായിക്കോട്ടെ, ബർത്ത്ഡേ ആയിക്കോട്ടെ, ആനിവേഴ്സറി ആയിക്കോട്ടെ, അതൊക്കെ നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റുമായിട്ട് പങ്കുവെക്കാവുന്നതാണ്. അപ്പോൾ അതിന്റെ ആ ഒരു സ്പെഷ്യൽ കാർഡ്, അതിന്റെ ഫോർമാറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ആ സെഗ്മെന്റിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് വാർത്തകളിലേക്ക് വിശദമായിട്ട് കടക്കാം. ഇന്ന് സെപ്റ്റംബർ 1 ഈ മാസം നമ്മൾ ന്യൂട്രീഷൻ മന്ത് ആയിട്ട്, അതായത് വീക്ക് ആയിരുന്നു, പക്ഷെ ഈ മാസം നമ്മൾ ന്യൂട്രീഷൻ മന്ത് ആയിട്ടാണ് ആചരിക്കുന്നത്. പോഷകാഹാരത്തിന്റെ എന്താണ് ഇമ്പോർട്ടൻസും അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, പോഷകം നിറഞ്ഞ ആഹാരം എങ്ങനെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് ചേരുന്നതായിരിക്കും. തീർച്ചയായും. അപ്പൊ നമുക്ക് ആ ഗസ്റ്റിലേക്കും പോകേണ്ടതുണ്ട്. എന്തായാലും അതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലൂടെ തന്നെ തുടങ്ങാം അല്ലേ കൃഷ്ണേന്ദു? എന്താണത്? ലൈംഗിക പീഡന കേസിൽ ആദ്യമായി പ്രതികരിച്ച് നടൻ ജയസൂര്യ. തനിക്ക് നേരെ ഉയരുന്നത് വ്യാജ ആരോപണങ്ങളാണ്, കഴിഞ്ഞൊരു മാസമായി അമേരിക്കയിലാണെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിച്ചു. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, പാപികളുടെ നേരെ മാത്രം എന്താണ് കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്. ഇടവേള ബാബുവിനെതിരെ എറണാകുളം സ്വദേശിയായ നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ ഇന്ന് തെളിവെടുപ്പ് നടക്കും. കൊച്ചിയിലെ ഫ്ളാറ്റിലും ബോൾഗാട്ടി പാലസ് ഹോട്ടലിലും പരാതിക്കാരിയെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക. ഡാനി പോളാണ് കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സധൈര്യം ആർജവം
ആവാഹിച്ചുകൊണ്ട് ഒരുപാട് ആളുകളാണ്, ഒരുപാട് നടിമാർ നമ്മുടെ രംഗത്തേക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തി തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങളൊക്കെ പറയാനും അത് നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ തയ്യാറായിരുന്നു. നടൻ ജയസൂര്യക്കെതിരായ കേസ്, ഇടവേള ബാബുവിനെതിരായ കേസിലുമൊക്കെ കൊച്ചിയിൽ അന്വേഷണം വ്യാപകമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ജയസൂര്യയുടെ ആദ്യ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം ഡാനി? അതോടൊപ്പം ജയസൂര്യയുടെ ഒരു പ്രതികരണം, അതിന്റെ വിശദാംശങ്ങൾ കൂടി. ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവെടുപ്പ് അടക്കമുള്ള ഒരു കാര്യങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും പുതുതായെന്ന് നമുക്ക് പറയാവുന്നത് നടൻ ജയസൂര്യയുടെ പ്രതികരണം. ഇതാദ്യമായി വന്നിരിക്കുന്നു. സമൂഹ മാധ്യമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ അദ്ദേഹം നേരത്തെ ആരോപണങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹം അമേരിക്കയിലായിരുന്നു, വിദേശത്തായിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. താൻ അവിടെ തുടരുകയാണ്, നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിയമ നടപടികൾ അതിന് തുടക്കമിട്ട് കഴിഞ്ഞുവെന്ന് തന്നെയാണ് അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നത്. ഈ ഉണ്ടായ ആരോപണങ്ങൾ അത് തീർത്തും വ്യാജമാണ്. അത് മനസ്സിന് ഒരുപാട് മുറിവേൽപ്പിച്ചിരിക്കുന്നു. തന്നെയും കുടുംബത്തെയും എല്ലാം തന്നെ അത് ഒരുപാട് തന്നെ മുറിപ്പെടുത്തിയിരിക്കുന്നു. പീഡനം പോലെ തന്നെ വേദനാജനകമാണ് ഈ വ്യാജ ആരോപണങ്ങളും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ തീവ്രതയോടുകൂടി തന്നെയാണ് ഈ വ്യാജ ആരോപണങ്ങൾ തന്നെ ഏൽപ്പിക്കുന്ന മുറിവുകൾ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. എന്തായാലും അത് ആകെ ഉലച്ചു. പക്ഷേ അതിൽ നിന്ന് ഈ ആരോപണങ്ങൾ ഇത് വ്യാജമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി തന്നെ നിയമ പോരാട്ടത്തിലേക്ക് താൻ ഒരുങ്ങുകയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ളത് നിയമത്തിൻ്റെ വഴിക്കുള്ള പോരാട്ടം തന്നെയാണ്. അതിന് തുടക്കമിട്ട് കഴിഞ്ഞതായി ജയസൂര്യ ജയസൂര്യയുടെ കുറിപ്പിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് പൂർണ്ണമായും അതിൽ മുന്നോട്ട് പോകുന്നു. ഇതിൽ പാപം കല്ലെറിയുന്നത് പാപികൾക്ക് നേരെ മാത്രമായിരിക്കണം കല്ലെറിയുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ആക്ഷേപങ്ങൾ തന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ തീർത്തും വ്യാജം തന്നെയാണ്. നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ജയസൂര്യ വ്യക്തമാക്കുന്നത്. വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ ഒരുപക്ഷെ അദ്ദേഹം പ്രതികരിച്ചേക്കാം, അല്ലെങ്കിൽ ഈ കുറിപ്പിലൂടെ ഒതുങ്ങിയേക്കാം ഈ പ്രതികരണം. എന്തായാലും ജയസൂര്യയും നിയമത്തിൻ്റെ വഴിക്ക് തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. പല നടന്മാരും തന്നെ ആരോപണങ്ങൾ ഉയർന്ന പലരും തന്നെയും നിയമസഹായം തേടിയിരിക്കുന്നു. ഇപ്പോൾ മുകേഷ് ഇതിൽ അവധി, അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അവധി വാങ്ങിക്കൊണ്ട് ഒപ്പം തന്നെയും നിയമത്തിൻ്റെ വഴിയിലേക്ക് തന്നെ നീങ്ങുന്നു. അതൊരു തുടക്കമിട്ട് അത് ആ വഴിയെ തന്നെ പലരും നീങ്ങുന്നു എന്നതാണ്. ഇപ്പോൾ നിലവിലുള്ള പല നടന്മാരും തന്നെ കോടതിയിലേക്ക് അപേക്ഷകൾ പലരെയും തന്നെ വളരെ രഹസ്യമായിട്ട് തന്നെ നീങ്ങുന്നുണ്ട്. കോടതി പരിഗണിക്കുന്ന മുറയ്ക്കാണ് പലപ്പോഴും നമുക്കത് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ജയസൂര്യ അത് വ്യക്തമാക്കിയിരിക്കുന്നു. നിയമത്തിൻ്റെ പോരാട്ട വഴിക്ക് തന്നെയാണ് താനും നീങ്ങുന്നത്. അതിൽ വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു അപ്ഡേഷൻസ് കാര്യങ്ങൾ ഏതായാലും ഉണ്ടാകും. എന്തായാലും കേസിൻ്റെ നടപടികൾ ഒരു ഭാഗത്ത് തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്തെ യുവനടിയുടെ പേരിലുണ്ടായിരുന്ന പരാതിയിൽ, അവർ നൽകിയ പരാതിയിൽ വീണ്ടും രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആലുവ മുൻസിഫ് കോടതിയിലായിരുന്നു രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. അത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നോബിളിൻ്റെയും അതോടൊപ്പം തന്നെ ഇടവേള ബാബുവിനും എതിരെ നൽകിയ പരാതിയുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയത്. ഇന്നലെ ആ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം തെളിവെടുപ്പ് ഉണ്ടായിരുന്നത് മുകേഷുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. മുകേഷിനെ മരടിലെ വില്ലയിലേക്കാണ് ഇവരെ എത്തിക്കുകയും പ്രത്യേക പോലീസ് സംഘം ഇവരുമായി ചെന്ന് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തത്. ഇന്ന് അതോടൊപ്പം ഇടവേള ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇടവേള ബാബുവിൻ്റെ ഫ്ലാറ്റിലും അതോടൊപ്പം തന്നെ ബോൾഗാട്ടി പാലസ് ഹോട്ടലിലുമായിരിക്കും തെളിവെടുപ്പെന്നാണ് നിലവിലുള്ള ഒരു സൂചന. ഇന്നലെയും അതുപോലെ തന്നെ മരടിലെ വില്ലയും അതോടൊപ്പം തന്നെ മറൈൻ ഡ്രൈവിലെ ഒരു ഫ്ലാറ്റിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇങ്ങനെ അന്വേഷണ സംഘം അവരുടെ നടപടികളുമായി ഒരു ഭാഗത്ത് മുന്നോട്ട് പോവുകയാണ്. ഈ കേസിലെ കൂടുതൽ അപ്ഡേഷൻസ് പലപ്പോഴുമായിട്ട് ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ പരാതികൾ മുന്നോട്ട് വരുന്നൊരു സാഹചര്യം കണക്കിലെടുക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തന്നെ പലരും തന്നെ ഈ തുറന്നു പറച്ചിലുകൾക്ക് തയ്യാറായിരിക്കുന്നു. അവർക്ക് കിട്ടിയ ഒരു ആത്മവിശ്വാസം ചെറുതല്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്തെ നടി പറഞ്ഞതുപോലെ അന്വേഷണ സംഘം തങ്ങൾക്ക് പകരുന്ന വിശ്വാസം ചെറുതല്ല. കാരണം ഈ കേസുമായി ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം, നിങ്ങൾക്ക് പറയുവാനുള്ളത് അത്രയും പറയാം, പൂർണ്ണമായ സംരക്ഷണവും പരിരക്ഷയും എല്ലാം തന്നെ തങ്ങൾ നൽകുന്നുണ്ട്. ആ ഒരു ഉറപ്പിലാണ് പിന്നീട്
ഈ പരാതികളെല്ലാം തന്നെ വരുന്നതും രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നതുമെല്ലാം തന്നെ ചെയ്യുന്നത്. അതിൻ്റെ തുടർച്ചയായ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്നും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ മുകേഷിനെതിരായ പരാതിയിൽ രഹസ്യമൊഴി ഇവരെ രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ ഇടവേള ബാബുവിൻ്റെയും നോബലിൻ്റെയും എതിരെയുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്തി. നാളെ മറ്റു കൂടുതൽ പേരുടെ കാര്യങ്ങളിലുമുള്ള മൊഴി രേഖപ്പെടുത്തൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിങ്കളാഴ്ച മുകേഷിന് നൽകിയിരിക്കുന്ന ഒരു കാല താമസമുണ്ട്. ഒഴിവ് നൽകിയിരിക്കുന്ന അതിൻ്റെ ഒരു പരിധി തിങ്കളാഴ്ചയോടുകൂടി തന്നെ അവസാനിക്കും. അപ്പോൾ ആ കേസ് ഒരുപക്ഷെ നാളെ വീണ്ടും വരാനുള്ള ഒരു സാധ്യതയുമുണ്ട് മജിസ്ട്രേറ്റ് കോടതി. അതുപോലെ ഡാനി, എത്ര പേരുടെ കേസാണ് നിലവിൽ ജയസൂര്യയുടെ പേരിലുള്ളത്? കൊച്ചിയിൽ യുവനടി നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് തിരുവനന്തപുരത്ത് ഉള്ള നടി നൽകിയ പരാതിയിൽ തൊടുപുഴയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 കേസുകളാണ് ജയസൂര്യയുടെ പേരിൽ നിലവിൽ നമുക്കറിയാവുന്നത്. രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളായുള്ളത് മറ്റ് പരാതികൾ ഇതുവരെ വന്നിട്ടില്ല. 2 കേസുകളാണ് ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഡാനി, ഒരു കാര്യം കൂടി, അതായത് ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരായിട്ടുള്ള കേസ്, അതും അവിടെ ആ ഒരു അന്വേഷണവും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? രഞ്ജിത്തിനെതിരായ കേസിൻ്റെ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. അതിൽ കൊച്ചിയെ ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരിക്കുന്ന ഒരു അപ്ഡേഷൻസ് എന്ന് പറയുന്നത് ഡോക്യുമെൻ്ററി സംവിധായകനായ ജോഷി ജോസഫിൻ്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തി എന്നതാണ്. കൊച്ചിയിലെ വസതിയിലെത്തി അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി. അതിനുള്ളൊരു സാങ്കത്യം എന്ന് പറയുന്നത് ഈ നടി ആദ്യമായി ഈ വിവരങ്ങൾ പറയുന്നത് ഈ ജോഷി ജോസഫിനോടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ തനിക്കുണ്ടായ ഒരു അനുഭവങ്ങൾ അത് ഇത്ര ബുദ്ധിമുട്ടിക്കുന്നതായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് അദ്ദേഹത്തോടായിരുന്നു. അത് അദ്ദേഹവും നേരത്തെ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയത്. അത് മാത്രവുമല്ല, അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കൂട്ടായ്മയുണ്ട്. ഈ ഡോക്യുമെൻ്ററി സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലരുമായിട്ടും ഒരു സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധം പുലർത്തുന്ന ഒരാൾ കൂടിയായിരുന്നു നടി. അപ്പോൾ അങ്ങനെ കുറച്ച് പേരോടുകൂടി അവർ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്താനുള്ളൊരു സാധ്യത ഇക്കാര്യത്തിൽ നിലവിലുണ്ട്. ഒപ്പം തന്നെയും രഞ്ജിത്തിൻ്റെ കൊച്ചിയിലെ ഫ്ലാറ്റിൽ ഒരുപക്ഷെ തെളിവെടുപ്പ് നടത്താനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ആ കേസും ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവരുടെ മൊഴി ഓൺലൈനായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നേരിട്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തും എന്ന് തന്നെയാണ്, വിശദമായ മൊഴി നേരിട്ട് തന്നെ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി അന്വേഷണ സംഘം കൊൽക്കത്തയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഏതായാലും ഈ കേസുകളെല്ലാം തന്നെയും പ്രത്യേക അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നു. അതിൽ ഇപ്പോൾ നടി നൽകിയ ഒരു പരാതിയിൽ, അത് ഈ കേസുമായി ബന്ധപ്പെട്ടല്ല, 7 പേർക്കെതിരെ നൽകിയ പരാതിയുണ്ട്. ആ പരാതിയിൽ വന്നിരിക്കുന്നത് 7 കേസുകളും പ്രത്യേക യൂണിറ്റുകളായി തിരിഞ്ഞ് അന്വേഷിക്കുന്നു എന്നതാണ്. അതിൽ AAG ജി പൂങ്കുഴലി അവർക്ക് നേതൃത്വം നൽകുന്നു. ആ 7 കേസുകൾക്കും ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിരിക്കുന്നു എന്നതാണ്. അതിന് പുറമെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ കേസുകൾ ഒന്നാകെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് അജിത ബീഗത്തിൻ്റെയും മറ്റും നേതൃത്വത്തിൽ ഈ കേസ് ഒന്നാകെ നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതായത് മുഴുവനായും തന്നെ വന്നിരിക്കുന്ന പരാതികൾ അതീവ ഗൗരവതരമായിട്ട് തന്നെയാണ് അന്വേഷണ സംഘം സർക്കാരും എല്ലാം തന്നെ സമീപിക്കുന്നത്. ആ പരാതിക്കാർക്ക് പൂർണ്ണമായ ഒരു നിയമ സംരക്ഷണവും പോലീസ് സഹായവും എല്ലാം നൽകുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൃഷ്ണേന്ദു, നടിമാർ നിയമപരമായി നീങ്ങിയവരുടെ പരാതിയിൽ എന്തായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംവിധായകൻ രഞ്ജിത്തിനെതിരെ, നടൻ ജയസൂര്യക്കെതിരെ, ഇടവേള ബാബുവിനെതിരെയൊക്കെയുള്ള അന്വേഷണങ്ങൾ അത് ഏത് തരത്തിൽ പുരോഗമിക്കുന്നു എന്നതിൻ്റെ ഒരു സമഗ്രമായ ചിത്രമാണ് ഡാനി പോൾ നമുക്ക് നൽകിയത്. അതോടൊപ്പം നമുക്കറിയാം, സർക്കാർ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ആരെയും സംരക്ഷിക്കില്ല, ശക്തമായ നിലപാട് ഈ വിഷയങ്ങളിൽ ഉണ്ടാക്കും. ഇനി സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കാൻ എന്തൊക്കെ സിനിമാ മേഖലയിൽ ചെയ്യാനാകും, അത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നിയമനിർമ്മാണം ഉണ്ടാകും, നയരൂപീകരണം ഉണ്ടാകും എന്നതിനെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ കൃഷ്ണേന്ദു, മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇന്നലെ ഉണ്ടായത്, നമുക്കറിയാം, തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് തിരുവനന്തപുരത്ത് ശ്രീകുമാരൻ തമ്പി അവാർഡ് ദാനച്ചടങ്ങ് ഇന്നലെ നടന്നിരുന്നു. അപ്പോൾ ആ വേദിയിൽ മോഹൻലാലും മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഒക്കെ ഒരുമിച്ചെത്തിയ ഒരു മുഹൂർത്തം കൂടിയായിരുന്നു. അപ്പോൾ ആ വേദിയിൽ മോഹൻലാലിനെ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വളരെ രൂക്ഷമായ വിമർശനം എന്ന് നമുക്ക് പറയാൻ
അത്തരത്തിലല്ലെങ്കിൽ പോലും വിമർശനം ഉന്നയിക്കാൻ ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് എന്താണ് എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മോഹൻലാലിനെ വേദിയിലിരുത്തി അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് നോക്കാം. ചലച്ചിത്ര മേഖലയെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിമർശിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങളുടെ ആരാധന ധാർമ്മിക മൂല്യമായി തിരിച്ചു നൽകാൻ താരങ്ങൾക്ക് കടമയുണ്ടെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. കലാകാരികൾക്ക് മുന്നിൽ ഉപാധികൾ വെക്കരുതെന്നും ചലച്ചിത്ര രംഗത്തെ ശുദ്ധീകരിക്കാനാണ് സർക്കാർ നടപടികളെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഷയത്തിൽ മോഹൻലാൽ പ്രതികരിച്ചിട്ടില്ല. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിക്കൊപ്പം വേദിയിലുണ്ടായിരുന്നു. ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ശ്രീമോഹനം പരിപാടിയായിരുന്നു വേദി. പുതിയ കാലത്തെ ഏറ്റവും ശക്തമായ മാധ്യമമാണ് ചലച്ചിത്ര മേഖലയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മനസ്സുകളെ മലിനമാക്കുന്ന പ്രവൃത്തികൾ സിനിമാ രംഗത്തുണ്ടാകരുതെന്ന് മുന്നറിയിപ്പ് നൽകി. സ്ത്രീകൾക്ക് നിർഭയമായി കടന്നുവരാനും പ്രവർത്തിക്കാനുമുള്ള ഇടം സിനിമയിലുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കലാകാരികളുടെ മുന്നിൽ ഉപാധികൾ ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി. ഉപാധികളും ഉണ്ടാവരുത്, കലേതരമായ ഒരു വ്യവസ്ഥയും ഉണ്ടാവരുത്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചില പരാതികൾ ഉണ്ടായപ്പോൾ സ്ത്രീകളുടേത് മാത്രമായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. ഇന്ത്യയിൽ ആകെ ഒരിടത്ത് മാത്രമേ ഇത്തരമൊരു നടപടി ഉണ്ടായിട്ടുള്ളൂ. അത് കേരളത്തിലാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു മാതൃകയാണ്. ജനങ്ങളുടെ ആരാധന ധാർമ്മിക മൂല്യമായി തിരിച്ചു നൽകാൻ താരങ്ങൾക്ക് കടമയുണ്ടെന്നും നടൻ മോഹൻലാലിനെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി വ്യക്തമാക്കി. മനസ്സുകളെ മലിനമാക്കുന്ന അംശങ്ങൾ സിനിമയിലായാലും സിനിമാ രംഗത്തായാലും ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട വലിയ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുണ്ട്. ജനങ്ങൾ നൽകുന്ന വലിയ സ്നേഹവും ആരാധനയുമൊക്കെ അവർക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന തരത്തിൽ തിരിച്ചു കൊടുക്കാനുള്ള ചുമതലയും കടമയും ഉത്തരവാദിത്വവും ഉണ്ടെന്ന് അർത്ഥം. വിഷയത്തിൽ മൗനം പാലിച്ചായിരുന്നു മോഹൻലാലിന്റെ മറുപടി പ്രസംഗം. തുറന്ന് ഞാൻ പറയാണ്, വിട്ടുവീഴ്ചകളില്ലാത്ത സമീപനങ്ങളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. നിർമ്മിച്ച സിനിമകളിലും സംവിധാനം ചെയ്ത സിനിമകളിലും തന്റെ ബോധ്യങ്ങളിൽ നിന്ന് അണുവിട വഴിമാറി നടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ആർക്കു മുന്നിലും മുട്ടുമടക്കാത്ത തലപ്പൊക്കം പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. അതിനെ അഹങ്കാരമായി കണ്ടിട്ടുള്ള ആളുകളുണ്ടാകും. പക്ഷെ അത് തന്നിലുള്ള ആത്മവിശ്വാസമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പി അവാർഡ് മുഖ്യമന്ത്രിയിൽ നിന്ന് മോഹൻലാൽ ഏറ്റുവാങ്ങി. ധന്യമായ വേദി സദസ്സിനെ സാക്ഷിയാക്കി ഇതാ പുരസ്കാര സമർപ്പണം. ന്യൂസ് 18 തിരുവനന്തപുരം. കൃഷ്ണേന്ദു, എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മോഹൻലാൽ ഈ വേദിയിൽ ഈ മുഖ്യമന്ത്രിയുടെ വിമർശനം അതിനുശേഷമാണ് അദ്ദേഹം സംസാരിക്കാനായി എത്തിയത്. പക്ഷെ ആ വിഷയത്തിലൊന്നും പ്രതികരിച്ചില്ല എങ്കിൽ പോലും നമുക്കറിയാം അതിനു മുമ്പ് അദ്ദേഹം കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഒരു വേദിയിൽ വെച്ചിട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോടൊക്കെ മറുപടി നൽകിയിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. പോലീസാണ് ഈ കേസുമായി മുന്നോട്ട് പോകേണ്ടത്, അത്തരത്തിൽ നിയമ നടപടിയുമായി തന്നെ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുക, അതിനപ്പുറം കൂടുതൽ ഉത്തരങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഒന്നടങ്കം നോക്കേണ്ട ഒരു കാര്യത്തിന് അമ്മയെ മാത്രം ചൂണ്ടിക്കാട്ടി ഒരു പരാമർശം അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ അമ്മയോട് മാത്രം ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളൊരു രീതിക്കായിരുന്നു പുള്ളിയുടെ ഒരു മറുപടി വന്നത്. അതെ അതെ, അദ്ദേഹം ഒരുപക്ഷെ വികാരാധീനനായി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ സിനിമാക്കാർ എല്ലാം നിങ്ങൾക്ക് അന്യരായി പോയോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷെ അതിനപ്പുറം കൃഷ്ണേന്ദു, ഞാൻ ചോദിക്കട്ടെ, അതായത് നമ്മളുടെ എല്ലാം അത്രത്തോളം മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു താരമാണ്, അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കൃഷ്ണേന്ദു പ്രതീക്ഷിച്ച ഒരു പ്രതികരണം അതായിരുന്നു? ഇല്ല, തീർച്ചയായും അല്ല.
കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്. പറയുന്ന തരത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഇങ്ങനെ ഒരു കൂട്ടായ നീക്കം അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടുള്ളവരെ അങ്ങനെ വിഷമിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലായിരുന്നു പുള്ളിയുടെ ഒരു റെസ്പോൺസ്, ഇന്നലത്തെ ഒരു റെസ്പോൺസ്. അതെ, എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ എന്തായാലും നിയമപരമായി തന്നെ ആ വിഷയത്തിൽ മുന്നോട്ട് പോകട്ടെ. പക്ഷേ ഈ വേദിയിൽ അദ്ദേഹം സംസാരിച്ചത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? അതെ, ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയോടുള്ളത് അദൃശ്യബന്ധം എന്ന് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച മോഹൻലാൽ ഗുരുവായും ജ്യേഷ്ഠനായും വഴികാട്ടിയായും ഉണ്ടായിരുന്നു. ശ്രീകുമാരൻ തമ്പി പ്രണയ ഗാനങ്ങളുടെ ഉസ്താദെന്നും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് വെള്ളിത്തിരയിൽ വരാൻ കഴിഞ്ഞത് ഭാഗ്യമെന്നും മോഹൻലാൽ പറയുന്നു. വേദിയിലും ശാസനമുള്ള വിശിഷ്ട വ്യക്തികളെ, എത്രയും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ തമ്പി സാർ, നമസ്കാരം. മലയാളിയായി ജനിച്ച ഞങ്ങളടക്കമുള്ള എത്രയോ തലമുറകളുടെ യൗവന സങ്കല്പങ്ങളെ താലോലിച്ച കവിഭാവനകൾ സൃഷ്ടിച്ച പ്രതിഭാധനനാണ് ശ്രീകുമാരൻ തമ്പി സാർ. എനിക്ക് അദ്ദേഹവുമായി ചില അദൃശ്യ ബന്ധങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുരുവായും ജ്യേഷ്ഠനുമായും ഒക്കെ അദ്ദേഹം വഴികാട്ടിയായ അങ്ങനെ മുന്നിലുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആകാശവാണിയിൽ കേട്ടതും പാടിയതുമൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. അങ്ങനെ വളർന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ആളാണ് ഞാൻ. ശ്രീകുമാരൻ തമ്പി MK അർജുൻ, ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി, ശ്രീകുമാരൻ തമ്പി ദേവരാജൻ, ശ്രീകുമാരൻ തമ്പി MS വിശ്വനാഥൻ തുടങ്ങിയ കൂട്ടുകെട്ടുകളിൽ എത്ര മനോഹര ഗാനങ്ങളാണ് നമ്മളൊക്കെ ഹൃദയം കൊണ്ട് പാടിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ പാടുന്നതും. നമുക്കറിയാവുന്ന നാടിനെപ്പറ്റിയും ഉത്സവങ്ങളെപ്പറ്റിയും നമുക്കറിയാവുന്ന ആളുകളെപ്പറ്റിയും നമുക്കറിയാവുന്ന ബന്ധങ്ങളെപ്പറ്റിയും ബന്ധനങ്ങളെപ്പറ്റിയുമൊക്കെ അദ്ദേഹം എഴുതിയ എത്രയോ മനോഹരമായ ഗാനങ്ങൾ. ഇതെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ എന്നുള്ള ഗാനം, വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി ചെമ്പകത്തൈകൾ പൂത്ത മാനത്തെ പൊന്നമ്പിളി, അങ്ങനെ ഇതൊക്കെ തമ്പിസാറിനല്ലാതെ ആർക്കാണ് എഴുതാൻ കഴിയുക എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഞങ്ങളുടെ കാലത്ത് പ്രണയഗാനങ്ങളുടെ ഉസ്താദ് എന്ന നിലയ്ക്കാണ് തമ്പിസാർ അറിയപ്പെട്ടിരുന്നത്. സാർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അഭിനയ രംഗത്ത് വന്ന കാലത്താണ് ദാസേട്ടന്റെ യേശുദാസ് അദ്ദേഹത്തിന്റെ തരംഗിണി കാസറ്റിന് വേണ്ടി തമ്പിസാർ എഴുതിയ ഉത്സവ ഗാനങ്ങളും ഓണപ്പാട്ടുകളും കേരളത്തിൽ സിനിമാ ഗാനങ്ങളെ അതിശയിപ്പിച്ച് തരംഗമാകുന്നത്. മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് പുറത്ത് ശക്തമായൊരു ലളിതഗാന പാരമ്പര്യത്തിനും വേണ്ടിയും അദ്ദേഹം സംഭാവന നൽകി. അദ്ദേഹം കഥ എഴുതി സംവിധാനം ചെയ്ത ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിൽ അദ്ദേഹം തന്നെ രചിച്ച് സംഗീത സംവിധാനം ചെയ്ത ഗാനങ്ങൾ വിൽപ്പനയിൽ റെക്കോർഡിട്ട് മലയാളത്തിൽ ഗോൾഡൻ ഡിസ്ക് ബഹുമതി വരെ നേടി. 1982 തമ്പിസാർ നിർമ്മിച്ച് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത എനിക്കും ഒരു ദിവസം എന്ന സിനിമയിലാണ് എന്നെ അദ്ദേഹം അഭിനയിപ്പിക്കുന്നത്. അന്ന് തുടങ്ങിയതാണ് ഈ ബന്ധം. അക്കാലത്ത് ഞാൻ ചെറിയ വേഷങ്ങളിലും പ്രതിനായ വേഷങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ നായകനാകുന്ന ആദ്യ ചിത്രങ്ങളിലൊന്നാണ് എനിക്കും ഒരു ദിവസം. തൊട്ടടുത്ത വർഷം നസീർ സാറും മധു സാറും ഒക്കെയുള്ള ആധിപത്യം എന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിലും എനിക്ക് പ്രാധാന്യമുള്ള ഒരു വേഷം അദ്ദേഹം തന്നു. 1986 ഞങ്ങളുടെ കൂടിച്ചേരലിൽ രവീന്ദ്രൻ മാഷിന്റെ സംഗീതത്തിൽ അനശ്വര ഗാനങ്ങളുള്ള യുവജനോത്സവം പുറത്തു വരുന്നത്. 1990 അദ്ദേഹത്തിന്റെ രചനയിൽ അന്തരിച്ച ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത അപ്പുവിലും ഞാനായിരുന്നു നായകൻ. അതിലെ ഗാനങ്ങൾ കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമുഴിക്കുന്നിൽ വെച്ചോ, അപ്പുവിലെ പാട്ടുകൾ അതെല്ലാം മറക്കാനാവാത്ത ഗാനങ്ങളാണ്. തമ്പിസാറിനെ പറ്റി പറയുമ്പോൾ സിനിമാ നടൻ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ മഹാസൗഭാഗ്യങ്ങളിലൊന്നാണ് അദ്ദേഹം എഴുതിയ ഗാനങ്ങൾക്കൊത്ത് ചുണ്ടനക്കുകയും അല്ലാതെ വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടാനായത് എന്ന്. പാടാം നമുക്ക് പാടാം, വീണ്ടും ഒരു പ്രേമഗാനം പോലെ കാലത്തെ അതിജീവിച്ച എത്രയോ ഗാനങ്ങൾ സംവിധാനം ചെയ്യാത്ത ചില സിനിമകളിലെ ഹിറ്റ് ഗാനരംഗങ്ങളിലും
എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് പത്മരാജൻ സംവിധാനം ചെയ്ത തൂവാനത്തുമ്പികളിലെ പാട്ടുകൾ, മേഘം പൂത്തു തുടങ്ങി, ഒന്നാം രാഗം പാടി ഒക്കെ ഇന്നും മലയാളികളുടെ ചുണ്ടുകളിലേറ്റ് പാടുന്ന ഗാനങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിന് കീഴിൽ അഭിനയിച്ചിട്ടുള്ളപ്പോഴും അടുത്ത് ഇടപഴകിയപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഉണ്ട്. കൊച്ചുകുട്ടികളുടെ മനസ്സാണ് അദ്ദേഹത്തിന്. കളങ്കമില്ലാത്ത മനസ്സ്. അദ്ദേഹം പെട്ടെന്ന് ചൂടാവും, ചെറിയ കാര്യത്തിനും പിണങ്ങും, അതിലും വേഗം ഇണങ്ങും. ഒരു കൂടപ്പിറപ്പിനോടെന്ന വണ്ണം സ്വാതന്ത്ര്യത്തോടെയോ അദ്ദേഹം എന്നോട് ഇതുവരെ പെരുമാറിയിട്ടുള്ളൂ. എന്നെ വഴക്ക് പറയാറുള്ള ജ്യേഷ്ഠ സഹോദരന്റെ സ്വാതന്ത്ര്യം എനിക്കും അദ്ദേഹത്തോട് തോന്നിയിട്ടുണ്ട്. തുറന്ന് ഞാൻ പറയാണ്, വിട്ടുവീഴ്ചകളില്ലാത്ത സമീപനങ്ങളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. നിർമ്മിച്ച സിനിമകളിലും സംവിധാനം ചെയ്ത സിനിമകളിലും തന്റെ ബോധ്യങ്ങളിൽ നിന്ന് അണിവിട വഴിമാറി നടക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ആർക്കു മുന്നിലും മുട്ടുമടക്കാത്ത തലപ്പൊക്കം പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. അതിനെ അഹങ്കാരമായി കണ്ടിട്ടുള്ള ആളുകളുണ്ടാകും. പക്ഷെ അത് തന്നിലുള്ള ആത്മവിശ്വാസമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഫൗണ്ടേഷന്റെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ കൂടുതൽ വിനയാധീനനാകുകയാണ്. അത് തമ്പിസാറിനെ പോലൊരു പ്രതിഭയോടുള്ള കടുത്ത ആരാധന കൊണ്ടും എന്നെ ഞാനാക്കിയതിലൊരു പങ്ക് വഹിച്ചു എന്നുള്ള കടപ്പാടും ബഹുമാനവും കൊണ്ടുമാണ്. അതിലേറെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചതിലുള്ള അഭിമാനം കൊണ്ടും. ചിലർക്കൊപ്പം ജീവിച്ചിരിക്കാനാവുക നമ്മുടെയൊക്കെ സുഹൃതമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിലൊരു മനീഷിയാണ് എനിക്ക് തമ്പിസാർ. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനാവുക എന്നത് ആയുസ്സിന്റെ പുണ്യമായിട്ടാണ് നാം കണക്കാക്കുന്നത്. ശതാഭിഷിക്തനാകുന്ന ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ തമ്പിസാറിന് ആയുരാരോഗ്യ സൗഖ്യം നൽകി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും ഇനിയും അർത്ഥസമ്പുഷ്ടമായ വരികളാൽ നമ്മെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. സാറിന് എല്ലാവിധ സർവ്വ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ പുരസ്കാരം നിറഞ്ഞ മനസ്സോടെ ഞാൻ സ്വീകരിക്കുന്നു. ഇതിനെന്നെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട തമ്പിസാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എടുത്തു പറയാവുന്ന മറ്റൊരു പേരാണ് ഞാനിപ്പോൾ സമ്മാനം കൊടുത്ത കലിയൂർ ശശി. അദ്ദേഹം വളരെയധികം ഇതിനു എന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. പല പ്രാവശ്യവും എനിക്കത് സാധിച്ചില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, ഇതിന് സാക്ഷ്യമായിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വേദിയിലും സദസ്സിലും എല്ലാവർക്കും നല്ലൊരു രാത്രി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. മോഹൻലാൽ ഇപ്പോൾ ഈ വേദിയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷ്ണേന്ദു, നമ്മളെയൊക്കെ ഒരുപാട് ത്രസിപ്പിച്ച ഒരു കോംബോ തന്നെയാണ് അല്ലേ ശ്രീകുമാരൻ തമ്പി മോഹൻലാൽ എന്നുള്ളത്. എത്രയോ നല്ല പാട്ടുകൾ അല്ലേ. ഈ ഇടയ്ക്ക് മോഹൻലാൽ എന്നെ മെൻഷൻ ചെയ്തതുപോലെ മേഘം പൂത്തു തുടങ്ങി, തൂവാനത്തുമ്പികൾ, അതുപോലെ ഒന്നാം രാഗം പാടി, അതെ അതെ, ഒരു നിരവധി ഗാനങ്ങൾ, അങ്ങനെ ഒരുപാട് നമ്മുടെ മനസ്സിൽ എക്കാലവും തങ്ങി നിൽക്കുന്ന ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ശരിക്കും പ്രണയഗാനങ്ങളുടെ ഉസ്താദ് മോഹൻലാൽ വിശേഷിപ്പിച്ചത് കറക്റ്റ് തന്നെയാണ്. തീർച്ചയായും. എന്തായാലും ചടങ്ങിൽ മോഹൻലാലിനെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ സംസാരം. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. അഭിനയമെന്ന കലയ്ക്ക് 4 അംഗങ്ങൾ ഉള്ളതായി നാട്യശാസ്ത്രത്തിന്റെ രചയിതാവും നാടകകലയുടെ ഉപജ്ഞാതാവുമായ ഭരതമുനി പറഞ്ഞിട്ടുണ്ട്. സാത്വികം, ആംഗികം, വാചികം, ആഹാര്യം എന്നിവയാണ് ഈ 4 അംഗങ്ങൾ. സാത്വികം എന്നാൽ ഭാവാഭിനയമാണ്. നടന്റെ അഥവാ നടിയുടെ മനോധർമ്മവും ഇതിൽ ഉൾപ്പെടും. ആംഗികം എന്നാൽ ശരീരാംഗങ്ങളുടെ ചലനക്രമീകരണമാണ്. സംഭാഷണം എങ്ങനെ ഉച്ചരിക്കണം, ശബ്ദത്തിലെ ശ്രുതിഭേദങ്ങൾ എങ്ങനെയായിരിക്കണം എന്നിവ നിശ്ചയിക്കുന്നതാണ് വാചികം. അഭിനയത്തിന്റെ ഈ 4 അംഗങ്ങളും ശ്രീ മോഹൻലാൽ എന്ന നടന്റെ കയ്യിൽ ഭദ്രമാണ്. സ്വാഭാവിക ചലനങ്ങളിലൂടെ ഏത് കഥാപാത്രത്തെയും അവതരിപ്പിക്കാൻ മോഹൻലാലുള്ള കഴിവ് അന്യാദൃശ്യമാണ്. സിനിമാ നിർമ്മാതാവ്, സംഘാടകൻ, എഴുത്തുകാരൻ, ഗായകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ എന്നീ നിലകളിലും മോഹൻലാൽ ശ്രദ്ധേയനാണ്. ശ്രീകുമാരൻ തമ്പിയുടെ പേരിലുള്ള ഈ പുരസ്കാരം മോഹൻലാൽ നൽകാൻ കഴിയുന്നതിൽ ഈ ഫൗണ്ടേഷൻ അഭിമാനിക്കുന്നു.
ഇപ്പോൾ ഇന്നലെ നടന്ന ചടങ്ങിന്റെ ചില പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. നേരത്തെ മുഖ്യമന്ത്രി സംസാരിച്ചത്, ആ മുഖ്യമന്ത്രി മോഹൻലാലിനെ പുകഴ്ത്തുന്നതിനൊപ്പം തന്നെ ഈ സമകാലീന വിഷയത്തിൽ അദ്ദേഹം വിമർശനം നടത്താനും മറന്നിട്ടില്ല. ആ വേദിയിൽ തന്നെ കൃത്യമായി അതിനൊരു വിമർശനം നടത്തിയത് നമ്മൾ കണ്ടു. അതിനുശേഷം മോഹൻലാൽ സംസാരിച്ചു. പക്ഷെ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയോ ആ വിമർശനത്തിൽ ഒരു മറുപടി നൽകുകയോ ചെയ്തില്ല. അതിനുശേഷം ശ്രീകുമാരൻ തമ്പി മോഹൻലാലിനെ കുറിച്ച് സംസാരിച്ചത് കൂടിയാണ് നമ്മൾ കേട്ടത്. എന്തായാലും നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഒരു നടി രംഗത്തേക്ക് എത്തി ആ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ തയ്യാറായത് വലിയൊരു കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചത് കൃഷ്ണേന്ദു. അതിനുശേഷം ഓരോ ആളുകളായി രംഗത്തേക്കെത്തി സംസാരിക്കാനും തങ്ങൾ നേരിട്ട ദുരനുഭവം തുറന്നു പറയാനും ധൈര്യം കൊടുക്കാൻ ആ ആദ്യത്തെ വെളിപ്പെടുത്തലിന് സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ വെളിപ്പെടുത്തൽ ഇന്നും നമ്മൾ വരും ദിവസങ്ങളിലും ഒക്കെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. ഇപ്പോൾ വെൽക്കം ബാക്ക്. ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ കൃഷ്ണേന്ദു, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് മുന്നിലുള്ളത് ന്യൂസ് 18 കേരളത്തിലൂടെ തന്നെ കഴിഞ്ഞ ദിവസം AICC മുൻ അംഗം കൂടിയായ സിമി റോസ്ബൽ നടത്തിയ വെളിപ്പെടുത്തലാണ്. അതായത് കോൺഗ്രസിനുള്ളിലും ഈ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് നടത്തിയിട്ടുള്ളത് അല്ലേ? നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ കടക്കാം. അവസരം കിട്ടാൻ പാർട്ടിയിൽ ചൂഷണത്തിന് നിന്നു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയെന്ന് കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്ബെൽ ജോൺ ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കാതെ നേതൃത്വം വിഷയത്തിൽ രമേശ് ചെന്നിത്തല മാത്രമാണ് ഇതുവരെ പ്രതികരിച്ചത്. കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിന്റെ ഭാഗമാണെന്ന ഗുരുതര ആരോപണവും സിമി റോസ്ബെൽ ജോൺ നടത്തി. വിഷയം ആയുധമാക്കുകയാണ് LDF CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. എറണാകുളം പറവൂരിൽ AIYFE നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുകയാണ്. ഡാനി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗൗരവമായ വിഷയമാണ്. അതിൽ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തല മാത്രമാണ് ഇന്നലെ മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനൊരു പ്രതികരണം നൽകിയത്. പക്ഷേ കൂടുതൽ വിശദമായ ആ ഗുരുതരമായ ആരോപണങ്ങൾക്കെല്ലാം ഉതകുന്ന രീതിയിലൊരു മറുപടി വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. VD സതീശന്റെ പ്രതികരണം തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇന്ന് ആ പ്രതികരണം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണമോ? അതേസമയം തന്നെ CPM ഇതിനെ ആയുധമായി ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ തന്നെ ന്യൂസ് 18 കേരളത്തിന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് ആ അഭിമുഖത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. VD സതീശൻ ആ ഇന്റർവ്യൂ കേട്ടിട്ട് ഇനി പ്രതികരിച്ചാൽ മതി. CPMന് നേരെ VD സതീശൻ നേരത്തെ പവർ ഗ്രൂപ്പ് ഉണ്ട് CPMൽ എന്നുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് മറുപടി എന്നോണമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും ഈ ഒരു വിഷയം CPM കൂടി ആയുധമാക്കിയ പശ്ചാത്തലത്തിൽ ഉറപ്പായും VD സതീശൻ ഇതിലൊരു പ്രതികരണം നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ ഡാനി? എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു വലിയ രീതിയിലുള്ളൊരു പ്രതികരണം ഉണ്ടായില്ല. കാരണം ഈ സിമി റോസ്ബെൽ ജോണിൻ്റെ തുറന്നു പറച്ചിലുകൾ വളരെ വലുതായിരുന്നു. കാരണം അവർക്കുണ്ടായ ഒരു അനുഭവങ്ങൾ, നിലവിൽ ആ പാർട്ടിയിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നൊരവസ്ഥ, തനിക്ക് തന്നെ നേരിടേണ്ടി വരുന്ന അവസ്ഥ, ഒപ്പം തന്നെ ആ പാർട്ടിയിൽ സ്ത്രീകൾ നേടിയെടുക്കുന്ന സ്ഥാനമാനങ്ങൾ, ഇതിനെ വളരെ ദുരൂഹമായൊരു സാഹചര്യത്തിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു അവരത് സംസാരിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം, മറ്റുള്ളവരിൽ നിന്നൊരു പ്രതികരണം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ ഇന്നലെ വലിയ രീതിയിലുള്ളൊരു പ്രതികരണങ്ങളിലേക്ക് ആരും തന്നെ മുതിർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അത്തരമൊരു പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. ഇന്ന് പ്രതിപക്ഷ നേതാവ് ജില്ലയിലുണ്ട്, എറണാകുളത്ത് ഉണ്ട്. അപ്പോൾ അത്തരമൊരു പ്രതികരണം തേടുവാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. ഈ വാർത്തയോട് അല്ലെങ്കിൽ അവരുടെ പറച്ചിലുകളോട് ഒരുപക്ഷെ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രതികരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇങ്ങനെ ഒരു ഓപ്പൺ ചലഞ്ച് വെക്കുമ്പോൾ ഈ ഇൻ്റർവ്യൂ കേട്ടിട്ട് മാത്രം ഇനി പ്രതികരിക്കൂ എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. സത്യത്തിൽ സിമി റോസ്ബെൽ ജോണിൻ്റെ ഇത്തരം ഈ വെളിപ്പെടുത്തലുകൾ, തുറന്നു പറച്ചിലുകൾ പിടിയൊള്ളിയായത് CPMന് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയും പ്രതിരോധത്തിലേക്ക് പോയത് വളരെ പെട്ടെന്ന് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിൽ ഈ കാര്യത്തിലുള്ള അഭിപ്രായങ്ങൾ ഇനി പറയാൻ അവർ നിർബന്ധിതരായിരിക്കുന്നു. പ്രത്യേകിച്ച്
പ്രതിപക്ഷ നേതാവിൻ്റെതുൾപ്പെടെ പേരുകൾ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് പവർ ഗ്രൂപ്പ് എന്നൊരു പരാമർശം വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ നേതാക്കളെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ഇവിടെ നിന്നു പോകാൻ കഴിയുള്ളൂ. വലിയ രീതിയിലുള്ള ചൂഷണം സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു. ഇപ്പോൾ സ്ഥാനമാനങ്ങൾ ലഭിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് വലിയ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമെന്നൊരു സാഹചര്യത്തിലേക്ക് അവരെ തന്നെ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരം വന്നിരിക്കുന്ന ഈ പരാമർശങ്ങൾക്ക് സ്വാഭാവികമായും ഇവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ വരേണ്ടത് തന്നെയാണ്. കാരണം ഇവർക്ക് എന്താണ് ഇത് സംബന്ധിച്ച പറയുവാനുള്ളത് എന്നത് കേരളം പൊതുസമൂഹം കാതോർക്കുക തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യവും വലിയ കലുഷിതമായിരിക്കുന്നൊരവസ്ഥയിൽ പ്രതിരോധത്തിലാവുന്ന കോൺഗ്രസ് ഇത്തരം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കേണ്ടതാണ്. അങ്ങനെ അവരൊരു വിശദീകരണം സ്വാഭാവികമായ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ AYF-ൻ്റെ ഒരു ക്യാമ്പയിൻ പോലെ അവരൊരു പ്രതിഷേധ സമരം പോലെ തന്നെയാണ് കോൺഗ്രസിനകത്തെ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ തന്നെയാണ് ഇന്നവർ ഒരു പ്രതിഷേധ സായാഹ്നം വൈകിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് ഒരു പ്രതിഷേധം കൂടി ഉടലെടുക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെതായ നിരയിൽ നിന്നൊരു പ്രതിഷേധം കൂടി വരികയും ചെയ്യുന്നുണ്ട് CPM AYF-ൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഇതിനെല്ലാം ഉത്തരം പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് വരികയാണ്. ഡാനി, മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ വരുന്നത്, സൂചനകൾ ലഭിക്കുന്നത് സിമി റോസ്ബലിനെതിരെ നടപടിയെടുക്കാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട് എന്നുള്ളതാണ്. അത് എത്രത്തോളം ശരിവെക്കാൻ കഴിയുന്ന റിപ്പോർട്ടാണ്? മനസ്സിലാക്കുന്ന അനുസരിച്ച് സിമി റോസ്ബൽ ജോണിന് അങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥാനമാനങ്ങളോ കാര്യങ്ങളോ തന്നെയില്ല. അവരൊരു അംഗത്വം ആ രീതിയിൽ തന്നെ തുടരുന്നു എന്നതാണ്. അതിന് അപ്പുറത്തേക്ക് മറ്റു രീതിയിൽ ഏതെങ്കിലും ഒരു നടപടി, അതായത് ഇനി അതിൽ പ്രാഥമിക അംഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ വഹിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള മഹിളാ കോൺഗ്രസിൻ്റെയോ മറ്റേതെങ്കിലും ഭാരവാഹിത്വമുണ്ടെങ്കിൽ അതിൽ നിന്ന് നീക്കുന്നിടത്ത് അത്ര ഒരു നടപടി സ്വാഭാവികമായും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ രീതിയിലൊരു അച്ചടക്ക നടപടികളിലേക്ക് പോകുന്ന രീതിയിൽ ഇത്തരം തുറന്നു പറച്ചിലുകാർക്കെതിരെ തന്നെ പലപ്പോഴും നടത്താറില്ല എന്നതാണ്. കാരണം ഇവർ വലിയ രീതിയിൽ തന്നെ ഇത് പലപ്പോഴും പ്രതികരിക്കുന്നു. അവരിപ്പോൾ അങ്ങനെ വലിയൊരു ഭാരവാഹിത്വങ്ങളിലില്ല, കാര്യങ്ങളിലില്ല എന്നെല്ലാം തന്നെ പറയുന്നു. അത് മാത്രവുമല്ല, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ളൊരു വിഷയങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിന് വിരുദ്ധമായിട്ട് തന്നെ സംസാരിക്കുന്ന ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ സിമി റോസ്ബൽ ജോണിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പലപ്പോഴും ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന രീതിയിലുള്ള ചില സംസാരങ്ങൾ അത്രയും തന്നെ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഉള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് പ്രതികരണങ്ങൾ പലപ്പോഴും തേടുമ്പോൾ തന്നെയും അവർ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് നൽകാവുന്ന പരിഗണന അത്രയും ഇവർക്ക് നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. PSC അംഗം എന്ന രീതിയിൽ തന്നെ കോൺഗ്രസിൻ്റെ ഒരു അക്കൗണ്ടിലായിരുന്നു. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എല്ലാ സ്ഥാനമാനങ്ങളും അവർക്ക് നൽകി. പിന്നീട് എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ എന്നത് ഞങ്ങൾക്കും അറിയില്ല എന്ന് പറയുന്നു. പക്ഷേ ഒരു ഔദ്യോഗികമായിട്ട് തന്നെ അവരത് പ്രതികരിച്ചിട്ടില്ല. എങ്കിലും ഇത്തരം പ്രതികരണങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും രീതിയിലുള്ളൊരു നടപടികളോ പ്രതീക്ഷിക്കാവുന്നതാണ്. ഡാനി, അതേസമയം തന്നെ ഈ നേതാക്കന്മാരെ ഒരുപക്ഷെ കൂടുതൽ ചൊടിപ്പിക്കാനുണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ പോലും ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ പല നടിമാർക്കും സമാനമായ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും അവസരങ്ങൾ നേടിയെടുത്തത് ഇത്തരത്തിലാണ് എന്നൊക്കെ പറയുമ്പോഴും പേര് മെൻഷൻ ചെയ്യാതെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. വനിതാ നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് സിമി ഇത്തരത്തിൽ പരസ്യമായ ഒരു അഭിമുഖം നടത്തിയിട്ടുള്ളത്. ആ വിഷയം ഒരുപക്ഷെ നേതാക്കന്മാർ വളരെ ഗൗരവത്തോടെ എടുക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ടല്ലേ? അതുമാത്രമാണ് ഒരു സാധ്യത എന്ന് പറയുന്നത്. കാരണം ഇതിൽ പേരുകൾ പരാമർശിക്കപ്പെട്ടു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം പേരുകൾ പറയുന്നു. അതോടൊപ്പം തന്നെ വനിതാ നേതാക്കളുടെ പേരുകൾ പറയുന്ന ഒരു സാഹചര്യം വരുന്നു. അവർ ഇപ്പോൾ വഹിക്കുന്ന സ്ഥാനമാനങ്ങൾ പലതും അതിനൊരു എന്തുകൊണ്ട് അവരവിടെ എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ സിമി റോസ്ബൽ ജോണിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സംസാരം ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ വനിതാ പ്രവർത്തകരെ അടക്കം നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ചൊടിപ്പിക്കാം, അത്തരം ആ രീതിയിലേക്ക് കൊണ്ടുവരാം.
അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് തന്നോട് അവരൊരു പ്രീതി പറ്റാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല, അങ്ങനെ പ്രീതി പറ്റുന്നവർക്ക് മാത്രമേ ഈ സംഘടനയിൽ സ്ഥാനമുള്ളൂ എന്ന രീതിയിൽ അവർ സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് മറ്റു പ്രവർത്തകരല്ല, കൂടുതലും ഈ വനിതാ പ്രവർത്തകരെ അടക്കം ഈ രീതിയിലേക്ക് മോശക്കാരായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിന് ഉണ്ട്, പ്രത്യേകിച്ച് ജില്ലാ കോൺഗ്രസിനുണ്ട്. ആ രീതിയിലായിരുന്നില്ല അവർ സംസാരിക്കേണ്ടത്. മറ്റു വനിതാ പ്രവർത്തകരെ അടക്കം അപമാനിക്കുന്ന രീതിയിലേക്ക് സംസാരം പോകുന്നു. പ്രത്യേകിച്ച് ജില്ലാ കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെ ഇവിടെ ഒരു കെട്ടുപാടുള്ള രീതിയിലേക്ക് സമരങ്ങളിലുമെല്ലാം തന്നെ വളരെ സജീവമായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തന്നെ കാണാം. അപ്പോൾ അതെല്ലാം ഒരു അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ സിമി റോസ്ബൽ ജോണിൻ്റെ പരാമർശങ്ങൾ വന്നിട്ടുണ്ട് എന്നൊരു പൊതു വിലയിരുത്തൽ, പൊതുവികാരം ഇവർക്കെല്ലാം തന്നെയുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു അച്ചടക്ക നടപടി ഏത് രീതിയിലെന്നറിയില്ല, അത് ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെട്ടേക്കാം. തീർച്ചയായും ഡാനി പോളാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ, തെറ്റുതിരുത്തൽ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ CPM-ൽ സംഘടനാ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. പാർട്ടിയെയും സർക്കാരിന്റെ പ്രവർത്തനത്തെയും വിലയിരുത്താനും വിമർശിക്കാനും തിരുത്തൽ ആവശ്യപ്പെടാനും പ്രവർത്തകർക്കുള്ള അവസരമാണ് സമ്മേളനങ്ങൾ. ഫെബ്രുവരിയിൽ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനവും ഏപ്രിലിൽ മധുരയിൽ പാർട്ടി കോൺഗ്രസും നടക്കും. 35,000-ഓളം ബ്രാഞ്ചുകൾ, ഇതാണ് CPM-ന്റെ അടിസ്ഥാന ഘടകം. ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പൂർത്തിയാക്കും. നമ്മളിപ്പോൾ 35,000-ലധികം വരുന്ന ബ്രാഞ്ചുകളുണ്ട് കേരളത്തിൽ. ആ 35,000 ബ്രാഞ്ചുകളും ഈ വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടുകൂടി ലോക്കൽ സമ്മേളനം വരാണ്. ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞ് ലോക്കൽ സമ്മേളനം 2000-ലധികം ലോക്കൽ സമ്മേളനം. അത് കഴിഞ്ഞാൽ നവംബറിൽ ഏരിയ സമ്മേളനം, പിന്നെ ഡിസംബർ ആകുമ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആദ്യ ആഴ്ച ഉൾപ്പെടെയാണ് ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായിരുന്നു ഇടതുമുന്നണി കേരളത്തിൽ നേരിട്ടത്. തിരിച്ചുവരവിനായി പാർട്ടി തീരുമാനിച്ചത് തെറ്റുതിരുത്തൽ നടപടികളാണ്. സർക്കാരിലും പാർട്ടിയിലും തിരുത്തൽ തുടരുകയാണ്. രൂക്ഷമായ വിമർശനമാണ് വിവിധ തലങ്ങളിൽ നടന്ന ചർച്ചകളിൽ ഉണ്ടായത്. അതിന്റെ തുടർച്ചയാകും സമ്മേളനങ്ങളിലും. കഴിഞ്ഞ ഏതാനും സമ്മേളനങ്ങളിലായി മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള ചർച്ചകൾ കുറവായിരുന്നു. എന്നാൽ ഇത്തവണ വിമർശനത്തിന്റെ ചൂട് ഏറ്റവും അറിയാൻ പോകുന്നത് മുഖ്യമന്ത്രി തന്നെയാകും. കീഴ്ഘടകങ്ങളിൽ നടന്ന ചർച്ചകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകാൻ പ്രധാന കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാട്ടപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും സർക്കാരിന്റെ ഭരണപരാജയവുമായിരുന്നു. സമ്മേളനങ്ങളിലും ഇതേ വികാരം പ്രതിഫലിക്കും. BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തി കൺവീനർ സ്ഥാനം നഷ്ടപ്പെടുത്തിയ EP ജയരാജനും വിമർശനശരങ്ങൾ ഏറെ ഏറ്റുവാങ്ങേണ്ടി വരും. ഓരോ മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും പ്രവർത്തനങ്ങളും CPM ഇഴകേറി പരിശോധിക്കും, വിമർശിക്കും. തെറ്റുകൾ തിരുത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ കൂടിയായി മാറും സമ്മേളനകാലം. വിമർശനവും സ്വയം വിമർശനവും ശക്തിയായി കരുതുന്ന പാർട്ടിയാണ് CPM. ഇനിയുള്ള 6 മാസക്കാലം CPM-ൽ നടക്കാൻ പോകുന്നത് ഇതുതന്നെയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. അതിനിടെയാണ് കൃഷ്ണേന്ദു കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജൻ ഒഴിയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കുന്നത്. എന്തായാലും ആ വിഷയത്തിൽ ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമ്മൾ കാക്കുന്നുണ്ട്. ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് കടക്കാം അല്ലേ? LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ CPM നടപടിയിൽ കരുതലോടെ നീങ്ങാൻ EP ജയരാജൻ. പദവികൾ ഇല്ലാതായതോടെ സജീവ രാഷ്ട്രീയം അവസാനിപ്പിക്കാനാണ് ആലോചന. നീണ്ട അവധിയെടുക്കാൻ നേതൃത്വത്തിന് അപേക്ഷ നൽകാനും സാധ്യതയുണ്ട്. പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച അറിയിക്കാതിരുന്നതും വോട്ടെടുപ്പ് ദിനത്തിൽ വെളിപ്പെടുത്തിയതും വീഴ്ചയാണെന്ന നിലപാടിലാണ് നേതൃത്വം. VV വിനോദ് ചേരുകയാണ്. വിനോദ്, എന്തായിരിക്കും EP-യുടെ ഇനിയുള്ള നീക്കം? അത് സംബന്ധിച്ച് എന്തൊക്കെ സൂചനകളാണ് നമുക്ക് മുമ്പിലുള്ളത്? നേരത്തെ തന്നെ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു EP-യുടെ രാഷ്ട്രീയ സഞ്ചാരം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകളിൽ ഒന്നാമത്തെ പേര് EP-യുടേതായിരുന്നു. സ്വാഭാവികമായും MV ഗോവിന്ദനേക്കാൾ സീനിയർ ആയിട്ടുള്ള EP. അതുകൊണ്ട് തന്നെ EP സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് വരും. നേരത്തെ മന്ത്രിയായിരുന്നു, പിണറായിയുമായി അടുപ്പമുണ്ടായിരുന്നു, ദേശാഭിമാനിയുടെ ചുമതല ജനറൽ മാനേജർ. ആ നിലയ്ക്കൊക്കെയും തന്നെയും ഇത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് EP വർഷങ്ങളായി സംസ്ഥാന നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായുള്ള അടുപ്പം, ഇതെല്ലാം തന്നെ EP-ക്ക് ഗുണകരമായി മാറും എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായാണ് MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇതിൽ തന്നെ EP-ക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. തന്നെക്കാൾ ജൂനിയറായ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് എത്തിയതോടുകൂടി തന്നെ EP പാർട്ടിയുമായി അകന്നു തുടങ്ങി. LDF കൺവീനർ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും മുന്നണി യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതെ മാറി നിന്നിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയുമാണ് EP പറഞ്ഞിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ
ഇപിക്കെതിരെ പാർട്ടി നേതൃത്വം തന്നെ തിരിയേണ്ടി വന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുന്ന ദിവസം പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലായിരുന്നു. ഒരുപക്ഷെ ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാണെങ്കിൽ കൂടിയും അത്തരം വെളിപ്പെടുത്തലുകൾ നടത്താമായിരുന്നു. അതിനു മുൻപ് എന്തിന്, അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ ദിവസം ഇപി നടത്തിയ വെളിപ്പെടുത്തൽ അത് BJPയുടെ കേരളത്തിലെ പ്രഭാരി, കേരളത്തിൽ മറ്റ് പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് ആളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി കൂടി ചുമതലപ്പെടുത്തിയിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി ഇപി നടത്തിയ കൂടിക്കാഴ്ച, അതിന്റെ വിശദാംശങ്ങൾ പോളിംഗ് ദിവസം പുറത്തുവിട്ടത് ഇപി തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത് അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി എന്നത് വിലയിരുത്തപ്പെട്ടു. കാരണം പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ഫലം കൂടി പരിശോധിക്കുമ്പോഴാണ് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ എത്രമാത്രം പാർട്ടിയെയും മുന്നണിയും ബാധിച്ചു എന്നത് മനസ്സിലാകുന്നത്. ഇതോടുകൂടിയാണ് പൂർണ്ണമായും പാർട്ടി ഇപിയെ കൈവിട്ടത്. ഈ ഒരു ഘട്ടം മുതൽ പിന്നീട് ഇപിയെ സംരക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ ഇപി തുടരുന്നതിനോട് വലിയ താല്പര്യമോ പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. കേന്ദ്ര കമ്മിറ്റിയിലും ഇത് വലിയ വിമർശനമായി എത്തുകയും ചെയ്തിരുന്നു. അവിടെ തന്നെ ഇപി ഒഴിഞ്ഞേക്കും, ഇപിക്കെതിരെ വിമർശനം ഉണ്ടായപ്പോൾ തന്നെ ഇപി ഒഴിഞ്ഞേക്കുമെന്ന അല്ലെങ്കിൽ ഇപിയെ ഒഴിവാക്കിയേക്കുമെന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സംസ്ഥാന നേതൃയോഗം ചേരുമ്പോൾ ഇപിക്കെതിരെ വലിയ വിമർശനം ഉണ്ടാകുകയും അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരികയും ചെയ്യുന്നു. പക്ഷേ ഇനി CPM-ൽ ഇപിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഒരു പുതിയ ശാക്തിക ചേരി കെട്ടിപ്പടുക്കാനുള്ള ശേഷി ഇപിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ശേഷി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ VS അച്യുതാനന്ദൻ, പിണറായി വിജയൻ ദ്വന്ദ്വങ്ങൾ പാർട്ടിയിൽ ഉരച്ചു നിന്നതുപോലെ, രണ്ട് ധ്രുവങ്ങളായി നിന്നതുപോലെ, പാർട്ടി വിഭാഗീയത അല്ലെങ്കിൽ ആ തരത്തിൽ രണ്ട് ശക്തികൾ ആയി നിന്നതുപോലെ ഇനി ഒരു ഘട്ടത്തിൽ ഇപിക്ക് അങ്ങനെ ഒരു ശക്തി കേന്ദ്രമായി ഉയർന്നു വരാൻ കഴിയുമോ, അല്ലെങ്കിൽ പാർട്ടിയിൽ മറ്റൊരു പ്രബല വിഭാഗത്തെ ഒപ്പം നിർത്തി പാർട്ടിയിൽ ശക്തനായി മടങ്ങിയെത്താൻ അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രമുഖനാകാൻ അങ്ങനെ ഇപിക്ക് കഴിയുമോ എന്ന് പരിശോധിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് കഴിയില്ല എന്നത് തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന് കീഴിൽ പാർട്ടിയും സർക്കാർ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങളും എല്ലാം ചേർന്ന് നിൽക്കുന്നു. അവിടെ അങ്ങനെ ഒരു സാധ്യത ഇല്ല. പിന്നീട് ഇപിക്ക് മുന്നിലുള്ള വഴി ഈ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ എന്നതാണ്. ഇപി അതൃപ്തനാണ് എന്നത് ഉറപ്പാണ്. കാരണം വീണ്ടും ഒരിക്കൽ കൂടി മന്ത്രിസഭയിലേക്ക് വരാനും ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ അടുപ്പക്കാർ പറയുന്നുണ്ട്. അത് അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹം എപ്പോഴെങ്കിലും പരസ്യമായി പറഞ്ഞിട്ടില്ല. പക്ഷേ ആദ്യത്തെ മന്ത്രിസഭയിലെ മുഴുവൻ ആളുകളെയും മാറ്റി പുതിയ മന്ത്രിമാരെ കൊണ്ടുവന്നപ്പോൾ തന്നെ പിണറായി വിജയൻ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഇപി നടത്തിയ ചില പ്രസംഗങ്ങളുണ്ട്. അദ്ദേഹം പ്രത്യേകതരം ജന്മമാണ്, മറ്റാർക്കും അങ്ങനെ എത്തിപ്പെടാൻ കഴിയില്ല എന്നൊക്കെ പിണറായിയെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു ഇപിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രസംഗത്തിൽ പോലും പരിഹാസം ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്തിയ ആളുകളുണ്ട്. അതായത് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവുകയും മറ്റുള്ളവർക്ക് അതിനുള്ള അവസരം നിഷേധിക്കുകയും ചെയ്തു എന്ന ഒരു പരിഭവവും അതിലെ പിണക്കവും ഒക്കെയും ഇതിലുണ്ടായിരുന്നു എന്നത് പ്രകടമാണ്. മാത്രമല്ല വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചപ്പോൾ അത് ചെറുത്തു മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നതിൽ തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിനോദ് എന്തായാലും തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി വിനോദിനോട് ചോദിച്ചറിയേണ്ടതുണ്ട്. സിദ്ദിഖിനെതിരെയുള്ള ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുമൊത്ത് തെളിവെടുപ്പ് നടത്തി പോലീസ്. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. പരാതിക്കാരിക്കൊപ്പം ഹോട്ടലിലെത്തിയ സുഹൃത്തിന്റെ മൊഴിയും രേഖപ്പെടുത്തി. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് മ്യൂസിയം പോലീസിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടന്നത്. മസ്കറ്റ് ഹോട്ടലിലെ 101D ഈ മുറിയിലായിരുന്നു തെളിവെടുപ്പ്. തെളിവെടുപ്പിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് പകർത്തിയിട്ടുമുണ്ട്. പരാതിക്കാരി കൃത്യമായി സിദ്ദിഖ് താമസിച്ചിരുന്ന മുറി കാണിച്ചു കൊടുത്തു. 101D എന്ന മുറിയിലേക്കാണ് താൻ എത്തിയത് എന്ന കാര്യം. അതോടൊപ്പം തന്നെ ഈ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ സിദ്ദിഖ് താമസിച്ചിരുന്നത് ആ മുറിയിലാണെന്ന് വ്യക്തമായിട്ടുണ്ട്. പരാതിക്കാരിക്ക് പുറമെ പരാതിക്കാരിയുടെ സുഹൃത്തിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്ത് അന്ന് പരാതിക്കാരിക്കൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഹോട്ടൽ മുറിയിലേക്ക് ഒറ്റയ്ക്കാണ് പോയത്. സുഹൃത്ത് പുറത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിദ്ദിഖിന്റെ അഭിഭാഷകനാകട്ടെ വഞ്ചൂർ കോടതിയിൽ ഇതിനകം തന്നെ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ രഹസ്യമൊഴിയുടെയും അതോടൊപ്പം തന്നെ FIR-ന്റെയും വിശദാംശങ്ങൾ തേടി നേരത്തെ അപേക്ഷ നൽകിയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ്. ഇതിൽ ബലാത്സംഗ കുറ്റമാണ് സിദ്ദിഖിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അതിക്രൂരമായി ഹോട്ടൽ മുറിയിൽ മർദ്ദിക്കുകയും അതിനുശേഷം തന്നെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തുവെന്നാണ്
നടിയുടെ പരാതിയിൽ പറയുന്നത്. നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ള പരാതിയാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ആരോപണം ഉന്നയിക്കുകയായിരുന്നു. 2016 ജനുവരിയിലാണ് ഈ സിദ്ദിഖ് ഈ റൂമിൽ താമസിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ, അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ രഹസ്യമൊഴിയായും ഇപ്പോൾ തെളിവെടുപ്പ് സമയത്തും പോലീസിനോട് പരാതിക്കാരി വിശദീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും വി വിനോദാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി നമ്മൾ പോകുന്നത് ദേശീയ വാർത്തകളിലേക്കാണ്. ദേശീയ വാർത്തകളുമായി എനിക്കൊപ്പം ER രാഗേഷ് കൂടി മോർണിംഗ് വൈബ്സിൽ ചേരുകയാണ്. ER, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ദേശീയ തലത്തിൽ നമ്മൾ ഇന്ന് പ്രധാനമായും ഉറ്റുനോക്കുന്ന വാർത്തകൾ? ഒന്ന്, ഹരിയാനയിലെ ആൾക്കൂട്ട കൊലപാതകം, ഒപ്പം തന്നെ കൊൽക്കത്തയിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടർന്നു. അത് ആരോഗ്യ മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ ശക്തമായ മഴ, അതായത് സമീപകാലത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴ ആന്ധ്രാപ്രദേശിൽ പെയ്യുന്നു. ഏതായാലും വിശദമായി നോക്കാം. ഹരിയാനയിലേക്ക് പോവുകയാണെങ്കിൽ, ഹരിയാനയിൽ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം, അതായത് 27-ാം തീയതിയാണ് ബംഗാൾ സ്വദേശിയായ അതിഥി തൊഴിലാളിയെ ബീഫ് കഴിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അതായത് ആക്രി പെറുക്കിക്കൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു ബംഗാൾ സ്വദേശിയായ സബീർ മാലിക്. അങ്ങനെ ഒരു കടയിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളുണ്ട്, കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാളെ വിളിക്കുന്നു. അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പ്രായപൂർത്തിയാകാത്തവരെ ഉൾപ്പെടെ 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ആൾക്കൂട്ട കൊലപാതകത്തെ തള്ളിപ്പറയുന്നുണ്ട്. അപ്പോൾ പോലും ഈ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു പ്രതികരണം, ഈ വിഷയത്തിൻ്റെ ഗൗരവം കുറച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നത് എടുത്തു പറയേണ്ടതാണ്. അതായത് ശക്തമായ നിയമം ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. അതായത് ഹരിയാനയിൽ ഗോസംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നിയമം നിയമസഭ തന്നെ പാസ്സാക്കിയതാണ്. മാത്രവുമല്ല, ഹരിയാനയിലെ ഗ്രാമീണർ ഗോക്കളെ ഇത്തരത്തിൽ ആരാധിക്കുന്നവരാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസും ജനനായക് ജനതാ പാർട്ടിയുമാണ് ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, എന്തുകൊണ്ട് സർക്കാർ നോക്കി നിൽക്കുന്നു? ഇത്തരം ആളുകൾ നിയമം കയ്യിലെടുക്കുമ്പോൾ നോക്കുകുത്തിയായി സർക്കാർ എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉന്നയിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഭിന്നിപ്പിനുള്ള ശ്രമം സർക്കാർ നടത്തുന്നു എന്ന ആരോപണം കൂടി അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. BJP അത്തരമൊരു നീക്കം നടത്തുമെന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിലും ഈ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ, പശ്ചിമ ബംഗാളിൽ ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. അതായത് RG-കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ 9-ാം തീയതി ഓഗസ്റ്റ് 9-നുണ്ടായ സംഭവമാണ്. ആ സംഭവം രാജ്യ മനസാക്ഷിയെ ഞെട്ടിച്ചിരുന്നു. പക്ഷേ ജൂനിയർ ഡോക്ടർമാർ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ആരോഗ്യ മേഖലയെ വലിയ രീതിയിൽ ഈ വിഷയം ബാധിച്ചിട്ടുണ്ട്. സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം, ചികിത്സ കിട്ടാതെ സംസ്ഥാനത്ത് 7 പേർ മരിച്ചു എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്തെ 26 സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാരുടെ കുറവ് കാരണം ഏതാണ്ട് 5000-ലധികം ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വന്നു എന്നാണ് സർക്കാർ ഏതായാലും പറയുന്നത്. പക്ഷേ ഡോക്ടർമാരുടെ സമരത്തിന് ന്യായമുണ്ട്. കാരണം അവർ നീതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തുന്നത്. അപ്പോൾ പോലും ജനങ്ങൾ വലയുന്നു എന്ന കാര്യം വിസ്മരിക്കാനും കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഹരിയാനയുടെ കാര്യം പറയുമ്പോൾ വിട്ടുപോയതാണ്. അതായത് ഹരിയാന തെരഞ്ഞെടുപ്പ് തീയതികൾ മാറ്റിവെച്ചു എന്നുള്ളതാണ്. അതായത് 1-ാം തീയതിയാണ് ഹരിയാനയിൽ വോട്ടെടുപ്പ് നടക്കേണ്ടത്. അതിപ്പോൾ മാറ്റിവെച്ചുകൊണ്ട് 5-ാം തീയതി ഒക്ടോബർ 5-ലേക്ക് ഹരിയാന വോട്ടെടുപ്പ് മാറ്റിവെച്ചിരിക്കുന്നതാണ്. അതായത് ബിഷ്ണോയ് ആഘോഷങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നത്. നേരത്തെ BJP അടക്കമുള്ള പാർട്ടികൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. നീണ്ട അവധി നടക്കുന്നു, അത് വോട്ടിങ്ങിനെ ബാധിക്കും എന്നായിരുന്നു പ്രധാനപ്പെട്ട വാദമായി അവർ ചൂണ്ടിക്കാണിച്ചത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കമ്മീഷന്റെ ഭാഗത്ത് അത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് 1-ാം തീയതി തന്നെ നടക്കും. വോട്ടെടുപ്പ് തീയതി ജമ്മു കാശ്മീരിലും മാറ്റമുണ്ട്. 8-ാം തീയതി ആയിരിക്കും 2ഇടത്തും വോട്ടെടുപ്പ് നടക്കുക. ഇനി ആന്ധ്രയിലേക്ക് വരികയാണെങ്കിൽ, ആന്ധ്രയിൽ ശക്തമായ മഴ പെയ്യുന്നു. അതായത് സമീപകാലത്തെ ചരിത്രത്തിൽ ആന്ധ്രയിൽ ഇങ്ങനെ മഴ ഉണ്ടായിട്ടില്ല എന്നാണ്
പറയപ്പെടുന്നത്. അതായത് തീരദേശ ആന്ധ്രയിലാണ് വലിയ നാശനഷ്ടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം 9 പേർ മരിച്ചു. വിജയവാഡ ജില്ലയിലടക്കം വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു കൂറ്റൻ പാറക്കല്ല് വീടിന് മുകളിലേക്ക് പതിച്ച് ആ വീട്ടിലുണ്ടായിരുന്ന 5 പേർ മരിച്ചു. മറ്റൊന്ന് 3 പേർ കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന 3 പേർ ഒഴുകിപ്പോയി. അങ്ങനെ 9 മരണം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്യും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഏതായാലും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗുജറാത്ത് തീരത്തൊക്കെയായിരുന്നു വലിയ നാശനഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ആന്ധ്രയിൽ ഇപ്പോൾ സമാനമായ സ്ഥിതിവിശേഷമാണുള്ളത്. ആര്യ. തീർച്ചയായും. അപ്പോൾ അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളുടെ ഒരു സമഗ്ര ചിത്രം. താങ്ക് യു ER അപ്പോൾ ഞങ്ങളുമായി ദേശീയ വാർത്തകൾ പങ്കുവച്ചതിന്. അപ്പോൾ നമ്മൾ ഇനി മറ്റ് സെഗ്മെന്റുകളിലേക്കും കൂടുതൽ വാർത്തകളിലേക്കും എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. ഒരു അലിഗേഷൻ അതിൻ്റെ അകത്തുണ്ട്, അതായത് സ്വാധീനമുള്ള മോർണിംഗ് വൈബ്സിലേക്ക് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ കൃഷ്ണേന്ദു ഏറെ ദുഃഖമുളവാക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ചക്കക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ മുറിവാലൻ കൊമ്പൻ ചരിഞ്ഞു. 2 ദിവസം മുൻപ് പിൻഭാഗത്ത് ആഴത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പനെ വനംവകുപ്പ് വിദഗ്ധ ചികിത്സ നൽകി വരികയായിരുന്നു. കൊമ്പുകൊണ്ട് മുറിവേറ്റ ഭാഗം പഴുത്തതാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. പ്രിൻസ് ജെയിംസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രിൻസ്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല, വിദഗ്ധ ചികിത്സ നൽകിയിരുന്നു, മുറിവാലൻ തിരികെ ജീവിതത്തിലേക്ക് എത്തും എന്നുള്ളതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ദുഃഖകരമായ വാർത്തയാണ് നമ്മളെ തേടിയെത്തിയിട്ടുള്ളത്. വിശദാംശം. ആര്യ, ഇന്ന് പുലർച്ചെയാണ് മുറിവാലൻ ചെരിഞ്ഞത്. ഒരാഴ്ച മുൻപ് ചക്കക്കൊമ്പനുള്ള ആക്രമണത്തിൽ മുറിവാലൻ ഗുരുതരമായി പരിക്കേൽക്കുകയും കഴിഞ്ഞ ദിവസം ചിന്നക്കനായ വിലക്ക് ഭാഗത്തു നിന്നും ഏകദേശം 1/2 കിലോമീറ്ററോളം അകലെ വനമേഖലയിൽ വീഴുകയുമായിരുന്നു. തുടർന്ന് വനം വകുപ്പ് ചികിത്സ ആരംഭിച്ചു. മേഖലയിൽ നിന്നുള്ള വെറ്റിനറി സർജന്മാർ അടക്കമുള്ള സംഘം എത്തി ചികിത്സ ആരംഭിക്കുകയും പ്രാഥമിക ശുശ്രൂഷകൾ നൽകുകയും പഴുപ്പ് കരിയുന്നതിനുള്ള ആന്റിബയോട്ടിക്കുകൾ അടക്കമുള്ള മരുന്നുകൾ നൽകുകയും ചെയ്തിരുന്നു. എങ്കിലും ഡോക്ടർമാർ വ്യക്തമാക്കിയത് ആന സ്വയം എഴുന്നേറ്റ് നിൽക്കാതെ ചികിത്സകൾ നൽകാൻ സാധിക്കില്ല എന്നൊരു അവസ്ഥയുണ്ടെന്നും വെറ്റിനറി സംഘം വ്യക്തമാക്കിയിരുന്നു, വനം വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് തുടർന്ന് ആന ഇന്ന് രാവിലെ ചിരിക്കുകയായിരുന്നു. തുടർന്ന് ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം സ്വീകരിച്ച ശേഷമായിരിക്കും ആനയെ മറവ് ചെയ്യുക. ഒരാഴ്ച മുൻപാണ് ചക്കക്കൊമ്പനുമായി ഏറ്റുമുട്ടലിൽ മുറിവാലിന് ഗുരുതര പരിക്കേൽക്കുന്നത്. ഈ ചക്കക്കൊമ്പനും മുറിവാലും ചിന്നക്കനാലിലെ പ്രധാന കട്ടാനങ്ങളാണ്. അരിക്കൊമ്പിന് ശേഷം ഏറ്റവും പ്രധാന കട്ടാനങ്ങളാണ് ചക്കക്കൊമ്പനും മുറിവാലും. ഇവ തമ്മിൽ ആക്രമണങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന പതിവായ സംഭവമാണ്. നിരവധി തവണ ഇത്തരത്തിൽ ഈ 2 ആനകളും പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ആഴത്തിലൊരു മുറിവ് ഏൽക്കുകയും മുറിവാലിന് അവസ്ഥനിലയായത് ആദ്യമായ ഒരു സംഭവമാണ്. എന്തായാലും ആ ഒരു സംഭവത്തിൽ വലിയ തോതിൽ മുറിവേറ്റിരുന്നും പിൻഭാഗത്ത് വലിയ മുറിവും ആഴത്തിൽ മുറിവുണ്ടായും അത് പഴുപ്പ് വർദ്ധിക്കുകയും അത് ശരീരത്തിൽ വ്യാപിക്കുകയും ചെയ്തതാണ് മരണമെന്നാണ് ഒരു പ്രാഥമികമായ നിഗമനം. ഉടൻ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയാൻ കഴിയുന്നത്. ആര്യ. തീർച്ചയായും പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മുറിവാലൻ ഗുരുതരമായി മുറിവേറ്റിരുന്നു. ചക്കക്കൊമ്പനുമായുള്ള ആക്രമണത്തിൽ വിദഗ്ധ ചികിത്സ നൽകി വരികയായിരുന്നു. പക്ഷേ മുറിവാലൻ കൊമ്പൻ ചരിഞ്ഞിരിക്കുകയാണ്. പ്രിൻസ് ജെയിംസ് ആണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റിലേക്ക് പോവുകയാണല്ലേ. നമ്മുടെ നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രേക്ഷകർക്ക് അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, വലിയ സന്തോഷങ്ങളൊക്കെ നമുക്കൊപ്പം ന്യൂസ് 18നോടൊപ്പം പങ്കുചേർന്ന് ആഘോഷിക്കാനുള്ള ഒരു സമയമാണ്, ഒരു വേദിയാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് മോർണിംഗ് വൈബ്സിൽ. അപ്പോൾ ആ സ്പെഷ്യൽ സെഗ്മെന്റിൽ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് ഒരു ആൾ നമുക്കൊപ്പം ചേരുകയാണല്ലേ. മുഹമ്മദ് അജ്വാദ് ആണ് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. കാസർഗോഡ് ബായ്ക്കട്ട എന്ന സ്ഥലത്താണ് മുഹമ്മദ് ഉള്ളത്. 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ്. അപ്പോൾ മുഹമ്മദ്, വെരി ഹാപ്പി ബർത്ത്ഡേ. വെരി വെരി ഹാപ്പി ബർത്ത്ഡേ മുഹമ്മദ്. എന്തായാലും നമ്മൾ സൂമിൽ കയറാൻ മുഹമ്മദിനോട് പറഞ്ഞിരുന്നു. പക്ഷേ ചില കണക്ടിവിറ്റി പ്രോബ്ലം കാരണമാണ് മുഹമ്മദിന് എത്താൻ കഴിയാതിരുന്നത്. പക്ഷേ എന്തായാലും ലൈവിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇതേ നമ്മൾ കാർഡൊക്കെ കാണിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്കും ഇതേപോലെ കാർഡുകൾ കാണിക്കാവുന്നതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം. എന്തായാലും ഒരിക്കൽ കൂടി മുഹമ്മദിന് ഒരു വെരി ഹാപ്പി ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്യുകയാണ്. ന്യൂസ് 18ന്റെ വക ഹാപ്പി ബർത്ത്ഡേ വിഷസ്. അപ്പോൾ നന്നായി അടിച്ചു പൊളിക്കുക ഈ ബർത്ത്ഡേ. നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സാപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ്: സ്പെഷ്യൽ ഡേ, നെയിം, ഫോൺ നമ്പർ,
പിറന്നാൾ അല്ലെങ്കിൽ വിവാഹ വാർഷികം അങ്ങനെ എന്തുമാകട്ടെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ന്യൂസ് 8-നൊപ്പം ആഘോഷിക്കാം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഫോർമാറ്റിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ വെച്ച കാർഡ് അതോടൊപ്പം സൂമിൽ ലൈവായി വന്ന് നമ്മുടെ സ്ക്രീനിൽ ഒപ്പം ചേർന്നുകൊണ്ട് ഇത് ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ് മോർണിംഗ് വൈബ്സിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും നമുക്കൊപ്പം തന്നെ ഈ ആഘോഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ പങ്കുചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇനി കൃഷ്ണേന്ദു, നമുക്ക് വളരെ സ്പെഷ്യലായ വളരെ പ്രിയപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. ആരുടെ ബർത്ത്ഡേ ആണ്? ഇറങ്ങി ഓടാൻ സാധ്യതയുള്ള ഒരാളും. അതെ, ഇറങ്ങി ഓടാൻ സാധ്യതയുള്ള ഒരാളാണ്. നമ്മളിവിടെ വരണം, നമ്മുടെ ഫ്ലോറിൽ എത്തണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ആൾക്ക് ഭയങ്കര മടിയാണ് ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരാൻ. നമ്മുടെയൊക്കെ ഈ ശബ്ദം, നമ്മുടെ ഈ റിപ്പോർട്ടേഴ്സിന്റെ ശബ്ദം, നമ്മളുടെ ശബ്ദം, റിപ്പോർട്ടിന്റെ ശബ്ദം എല്ലാം പ്രേക്ഷകരിലേക്ക് വളരെ ക്ലാരിറ്റിയോട് എത്തിക്കുന്ന നമ്മുടെ സ്വന്തം ഓഡിയോ എഞ്ചിനീയർ നിത്യ പി നായരുടെ ബർത്ത്ഡേ ആണിന്ന്. ലൈവായിട്ട് നമ്മൾ ആളെ കാണിച്ചിട്ടുണ്ട് സ്ക്രീനിൽ. ഇപ്പോൾ ഡ്യൂട്ടിയിലുണ്ട്, ഞങ്ങൾക്കൊപ്പം ഷിഫ്റ്റിലിരിക്കുകയാണ് പുള്ളിക്കാരിയും. അവിടെ ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ആ മിഷനിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ നിത്യ. എന്തായാലും ആൾക്ക് മൈക്കില്ല, മാത്രമല്ല ജോലിക്കിടയിലാണ് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. എന്തായാലും നിത്യ ചേച്ചിക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട നിത്യ ചേച്ചിക്ക് ഒരുപാട് സന്തോഷവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു നല്ല പിറന്നാൾ ആശംസിക്കുകയാണ്. അതെ അതെ, ഇന്ന് വലിയൊരു ട്രീറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതെ. അപ്പോൾ അതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഞങ്ങൾക്കൊപ്പം ഈ ബർത്ത്ഡേ ആഘോഷങ്ങളിലും ആനിവേഴ്സറി ആഘോഷങ്ങളിലും ഒക്കെ ഇതുപോലെ പങ്കുചേരാവുന്നതാണ്. എല്ലാവരെയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയുമാണ്. നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. കൃഷ്ണേന്ദു, നമുക്കറിയാം നമ്മൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാദുരന്തം വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം, അതിൻ്റെ ആഘാതത്തിൽ നിന്നൊന്നും നമ്മൾ മുക്തമായിട്ടില്ല. 2 ഗ്രാമങ്ങളെ പൂർണ്ണമായി കവർന്നെടുത്ത അത്രയും വലിയൊരു ദുരന്തമായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഒരിക്കൽ കൂടി വീണ്ടും ചൂരൽമലയിലേക്കൊക്കെ ഈ ഒരു ഘട്ടത്തിൽ പോകുമ്പോൾ ഇപ്പോഴും ചൂരൽമലയുടെ പ്രകൃതി സൗന്ദര്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദുരന്തത്തിന്റെ ഭീതി വിട്ടൊഴിഞ്ഞെങ്കിലും പച്ചപ്പ് കൊണ്ട് പരവതാനി വിരിച്ച ഈ നാടിന്റെ സുന്ദര കാഴ്ചകൾ ആരുടെയും മനം കവരുന്നതാണ്. നമ്മൾ ആ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഉരുൾപൊട്ടൽ മഹാദുരന്തത്തിന്റെ ഭീകരമുഖം ചൂരൽമലയെയും പുഞ്ചിരിമട്ടത്തെയും മുണ്ടക്കയെയും ഒന്നും വിട്ടുമാറിയിട്ടില്ലെങ്കിലും പ്രകൃതിയുടെ കനിഞ്ഞു നൽകിയ ഹരിതവർണാഭമായ സൗന്ദര്യം അതിപ്പോഴും വെള്ളാർമലയെ കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുകയാണ്. മഴ തിമിർത്ത് പെയ്യുന്നതിനിടയിൽ പാലരുവി പോലെ വെള്ളം പതഞ്ഞൊഴുകുന്ന കാഴ്ച ഈ ഇരവഞ്ചിപ്പൊടിയുടെ ഉത്ഭവസ്ഥാനത്തിന്റെ ഇടത്തും വലത്തും വശങ്ങളിൽ ഇപ്പോൾ സാധാരണയായി മാറിയിരിക്കുകയാണ്. അത്ര കണ്ട് സുന്ദരിയാണ് വെള്ളാർമല. ആ വെള്ളാർമലയ്ക്ക് എങ്ങനെ വെറും സാധാരണക്കാരായ പാവങ്ങളിൽ പാവങ്ങളായിരുന്ന നിരവധി തോട്ടം തൊഴിലാളികളെയും ഒരുപാട് സ്വപ്നങ്ങളുമായി മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും താമസിച്ചിരുന്ന വെറും പാവങ്ങളെയും കുത്തിയൊലിച്ചങ്ങ് താഴേക്ക് എടുത്തുകൊണ്ടു പോകാൻ തോന്നി എന്നതാണ് ഇപ്പോഴും ദയനീയമായി ഓർക്കാൻ പോലും കഴിയാത്ത തരത്തിൽ വേദനയുളവാക്കുന്ന ഒന്നായി നമ്മുടെയൊക്കെ മനസ്സിൽ ബാക്കിയാകുന്നതും. ദുരന്തം ഇങ്ങനെ താണ്ഡവമാടിയിട്ടും അതിന്റെ സൗന്ദര്യത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല പുഞ്ചിരിമട്ടത്തിന്. പുഞ്ചിരിമട്ടത്തിന്റെ മുകൾ ഭാഗത്ത് വെള്ളാർമലയിൽ നിന്നാണ് ഇരവഞ്ചിപ്പൊടിയുടെ ഉത്ഭവസ്ഥാനം. ഒരുപക്ഷെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം അതിശക്തമായ മഴ കഴിഞ്ഞ 2 ആഴ്ചയായി ഈ മേഖലയിലൊക്കെ പെയ്യുന്നുണ്ട്. അതിന്റെ പരിണിത ഫലമായിരിക്കണം ഈ ദുരന്തമുണ്ടായി എന്ന് കൃത്യമായി നമുക്ക് വ്യക്തമാകുന്ന ആ ഇരവഞ്ചിപ്പൊടിയുടെ ഉത്ഭവസ്ഥാനത്തിന്റെ മുകൾ ഭാഗത്തായി അതുപോലെ തന്നെ 2 കൈവരികളായി വെള്ളം പതഞ്ഞൊഴുകുന്നുണ്ട് താഴേക്ക്. അതിങ്ങനെ ശാന്തമായി അവിടുന്ന് ഒഴുകി താഴെ വലിയ ഗർത്തത്തിലേക്ക് പതിച്ച് അവിടെ നിന്ന് പതഞ്ഞൊഴുകി മുണ്ടക്കൈയും ചൂരൽമലയുമൊക്കെ പിന്നീടങ്ങ് സൂചിപ്പാറയോട് ചേരുകയാണ്. അങ്ങനെ വളരെ മനോഹരമായി ഒരുങ്ങിയിരുന്ന ഒരു ഭൂമിയിലാണ് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെയായി സാധാരണക്കാരായ മനുഷ്യർ, കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമൊക്കെയായി ആ കൂട്ടുകുടുംബം പോലെ ഏറെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് മുകളിലേക്കാണ് 1 മാസങ്ങൾക്ക് മുമ്പ് ദുരന്തം ഉരുളായി പെയ്തിറങ്ങിയത്. ഒരുപക്ഷെ ആ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഈ ജനതയ്ക്ക് സമീപകാലത്തൊന്നും മുക്തരാകാൻ കഴിയില്ലായിരിക്കാം. പക്ഷെ ഇപ്പോഴും ഈ സുന്ദര നാടിനെ അവരെ നെഞ്ചോട് തന്നെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആകെ മനസ്സിൽ വേദനയായി അവശേഷിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്: എന്തിന് രാത്രിയിൽ, എന്തിന് ഉറങ്ങിക്കിടന്നവരെ? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് മനുഷ്യർക്കാർക്കും നൽകാൻ കഴിയില്ല. അത് പ്രകൃതിയുടെ അതീവ രഹസ്യമാണ്.
കലിതുള്ളി എന്തിനാ പാവങ്ങളെ ഒരു നിമിഷം കൊണ്ട് മുഴുവനായി ഉരുളെടുത്തുകൊണ്ട് എന്നേക്കുമായി ഒരു ഓർമ്മയാക്കി മാറ്റിയത് എന്തിനെന്ന ചോദ്യത്തിന് ഇപ്പോഴും ആർക്കും ഒരു ഉത്തരവുമില്ല. അതിനിടയിലും അതിങ്ങനെ ശാന്തമായി ഇരവഞ്ചിപ്പുഴയുടെ കൈവരികൾ അത് ശാന്തമായി ചൂരൽമലയിലൂടെ മുണ്ടക്കൈയിലൂടെ സൂചിപ്പാറയിലേക്ക് പതിക്കുന്ന മനോഹരമായ കാഴ്ച അത് ഈ ദുരന്തമുഖത്ത് മറുവശത്ത് അങ്ങനെ തന്നെ കണ്ണിന് കുളിർമയായി നിലകൊള്ളുകയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. നേരത്തേക്ക് ഈ കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനുമായി നൂറുകണക്കിന് ആളുകൾ, വിദേശത്ത് നിന്നുള്ള വിനോദസഞ്ചാരികൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ അവരൊക്കെ കൂട്ടം കൂട്ടമായി പുഞ്ചിരിമട്ടത്തേക്ക് എത്തുമായിരുന്നു. പക്ഷേ പുഞ്ചിരിമട്ടത്തെ ഇപ്പോൾ പേടിക്കുന്നുണ്ട് ഇവിടെയുള്ള ആളുകളും പുറത്തുനിന്ന് ഇവിടേക്ക് എത്തുന്ന ആളുകളും. അതുകൊണ്ട് തന്നെ ആരും അങ്ങ് അത്ര ധൈര്യത്തോടെ മുകളിലേക്ക് കയറി പോകാറില്ല. അഥവാ അങ്ങനെ പോയാൽ തന്നെ അല്പസമയം മാത്രം ചെലവഴിച്ച് അവിടുന്ന് വേഗത്തിൽ താഴേക്ക് ഇറങ്ങി പോരും. കാരണം ഇനിയും ആ കലി മനസ്സിൽ ബാക്കി വെച്ചിട്ടുണ്ടോ വെള്ളാർമല എന്ന ചോദ്യം അത് എല്ലാവരുടെയും മനസ്സിൽ ഒരു ഭീകര ഓർമ്മയായി അതങ്ങനെ തന്നെ അവശേഷിക്കുന്നുണ്ട്. അതിനിടയിലാണ് വശ്യമായ സൗന്ദര്യം കൊണ്ട് വെള്ളാർമല ആളുകളെ വീണ്ടും ഈ മുകൾ ഭാഗത്തേക്ക് പുഞ്ചിരിമട്ടത്തേക്ക് ഇങ്ങനെ സദാ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൃഷ്ണേന്ദു, ഡാൻ കുര്യൻ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രത്തോളം വലിയ ആ ഒരു ദുരന്തം നമുക്ക് സമ്മാനിച്ച ആഘാതം ഇപ്പോഴും നമ്മളെ വിട്ടുമാറിയിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാം വയനാട് അതിജീവനത്തിന്റെ പാതയിലാണ്. ആ അതിജീവനത്തിൽ നമ്മളും അവർക്കൊപ്പം സഹായ ഹസ്തവുമായി എപ്പോഴും ഒപ്പം ഉണ്ടാകണം. നമ്മൾ മലയാളികൾ ഉണ്ടായിട്ടുമുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ വന്നുപോയിരുന്നൊരു സ്ഥലമാണ്. ടൂറിസം മേഖലയൊക്കെ അവിടെ വളരെ സജീവമായി നിന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം അവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ ആളുകൾ അവിടേക്ക് എത്താൻ സ്വാഭാവികമായും ഭയക്കുന്നുണ്ട്. ഇനി മറ്റൊരു ദുരന്തം അവിടെ ഉണ്ടാകുമോ എന്നുള്ള അനാവശ്യമായ ഭീതി കൂടിയാണ് അതിന് കാരണം. ടൂറിസം മേഖലയൊക്കെ അത്തരത്തിൽ വല്ലാത്ത രീതിയിൽ ഒരു തകർച്ചയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചകൾ കൂടി അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും പ്രേക്ഷകരോട് ഒരു കാര്യം നമുക്ക് പറയാം. എന്തായാലും വയനാടിന്റെ പ്രകൃതിയും അതിജീവനത്തിന്റെ പാതയിലാണ്. നമ്മൾ കാണുന്നുണ്ട് വീണ്ടും പച്ചപ്പും ഹരിതാഭയും ഒക്കെയായി ആ ഒരു ദുരന്ത ഭൂമി വീണ്ടും നിറയുകയാണ്. ഇനിയും ശുഭവാർത്തകൾ, നല്ല കാര്യങ്ങൾ മാത്രം അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തും നമ്മൾ വയനാടിനെ നമ്മൾ ഭീതിപ്പെടുത്തുന്ന ഒരു സ്വപ്നമായി അല്ലെങ്കിൽ ഒരു മേഖലയായി ഒഴിച്ചു നിർത്തേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി കൃഷ്ണേന്ദു, നമുക്ക് അന്തർദേശീയ വാർത്തകളിലേക്ക് കടക്കാം അല്ലേ? നമുക്കറിയാം വളരെ കാലമായിട്ട് ഈ യുദ്ധം നടക്കുകയാണ്. ഗാസ മുനമ്പിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തുടങ്ങി 3 ദിവസത്തേക്ക് പോളിയോ വാക്സിനേഷന് വേണ്ടി പരിമിതമായ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. അതായത് കൃത്യമായി വാക്സിനേഷൻ നടക്കാത്തതിനാൽ ഗസയിൽ രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് ലോകാരോഗ്യ സംഘടന നേരത്തെ നൽകിയിരുന്നതാണ്. തുടർന്നുള്ള ചർച്ചകൾക്കൊടുവിലാണ് ഭാഗികമായ വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറായത്. ഈ 3 ദിവസത്തിനുള്ളിൽ ഗസയിലെ 6,40,000 കുട്ടികൾക്ക് വൈറസ് പടരുന്നത് തടയാനുള്ള പോളിയോ വാക്സിനേഷൻ നൽകും. 25 വർഷത്തിനിടെ ആദ്യത്തെ പോളിയോ കേസ് ഒരു 10 മാസം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിന് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നീക്കമുണ്ടായത്. അണുബാധയെ തുടർന്ന് ഈ കുഞ്ഞിന് കാലിന് തളർച്ചയുണ്ടായി. ഈ പക്ഷാഘാത കേസിന്റെ സാന്നിധ്യം ഇതുവരെ രോഗലക്ഷണങ്ങൾ കാണിക്കാത്ത രോഗബാധിതരായ 100 കണക്കിന് ആളുകൾ ഉണ്ടാകാമെന്ന മുന്നറിയിപ്പ് ലോകാരോഗ്യ സംഘടന നൽകുന്നു. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട അന്തർദേശീയ വാർത്തകൾ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നേരത്തെ നമ്മൾ രാവിലെ സൂചിപ്പിച്ചു, തിരുവനന്തപുരത്തൊക്കെ നല്ല മഴയായിരുന്നു. വെളുപ്പിന് രാത്രി മുതൽ പെയ്തുകൊണ്ടേ ഇരുന്നത്. എന്തായാലും സംസ്ഥാനത്തെ മഴയുടെ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സംസ്ഥാനത്ത് ശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മുന്നറിയിപ്പുള്ളത്. വടക്ക് കിഴക്കൻ അറബിക്കടലിനും പാകിസ്ഥാൻ തീരത്തിനും മുകളിലായി അസ്ന ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓണം ഇങ്ങ് എത്താറായി. എല്ലാവരും നമ്മുടെ ഓണ വിപണിയൊക്കെ സജീവമായി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മളിപ്പോൾ കാണാറുണ്ട്. തുടങ്ങി കഴിഞ്ഞു ആക്ച്വലി.
അപ്പോൾ അതിനൊപ്പം നമുക്കിനി കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ കൂടി ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. ഒരുപാട്, അതായത് നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ എന്ന് പറയുന്ന ഒരു ആശയത്തിൽ ഊന്നിക്കൊണ്ട് കഴിഞ്ഞ 2-3 വർഷമായി കേരളത്തിൽ തന്നെ നമുക്ക് അത്തപ്പൂക്കളം ഇടാനൊക്കെ ആവശ്യമായിട്ടുള്ള പൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ ആരംഭിച്ചിരുന്നു. അത് ചെറുകിട രീതിയിലും വൻകിട രീതിയിലും ഒക്കെ വ്യാപകമായ കൃഷി നമ്മുടെ സംസ്ഥാനത്ത് പല മേഖലകളിലും നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു പൂക്കൃഷി കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ? യെസ്. ഓണം എത്താറായതോടെ ചെണ്ടുമല്ലി കൃഷിയുമായി ക്ഷേത്രത്തിന് കീഴിലെ ജൈവ കൃഷി കമ്മിറ്റിയും കാസർഗോഡ് തൃക്കരിപ്പൂർ ശ്രീരാമവില്യം കഴകത്തിന്റെ കീഴിലെ ഉപക്ഷേത്രങ്ങളുടെ മുറ്റത്താണ് ചെണ്ടുമല്ലി കൃഷി. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികൾ കണ്ണിന് കുളിർമ പകരുന്ന മനോഹര കാഴ്ചയാവുകയാണ്. പെരുങ്കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങൾ നടന്നുവരുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിന്റെ മേൽനോട്ടത്തിൽ വിവിധ കീഴ്മുണ്ട്യകളും അറകളും ചെയ്ത ചെണ്ടുമല്ലി പൂക്കൃഷി മനോഹര കാഴ്ചയൊരുക്കുകയാണ്. കൂലേരി മുണ്ട്യ ക്ഷേത്ര പരിസരത്തും ബീരിച്ചേരി മനപരിസരത്തുമാണ് ഒരേക്കർ സ്ഥലത്ത് മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ ചെണ്ടുമല്ലി പൂത്തുലഞ്ഞു നിൽക്കുന്നത്. ഓണത്തിന് അനുബന്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വില കൃഷിക്കാർ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന അത് നല്ല റേറ്റ് നമുക്ക് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കിലോക്ക് 150 വെച്ചാണ് കൊടുത്തത്. അത് വിപണിയിൽ അത് 200-250 ഒക്കെ ഉണ്ടായിരുന്നു. പെരുങ്കളിയാട്ടത്തിന് അന്നദാനത്തിന് വിഭവമൊരുക്കാൻ ജൈവ കൃഷി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാഴകൃഷിക്കൊപ്പമാണ് ചെണ്ടുമല്ലി കൃഷി. വാഴകളുടെ കീടശല്യം ഒഴിവാക്കുന്നതിനായി ഒപ്പം നടത്തിയ ചെണ്ടുമല്ലി കൃഷി ഇപ്പോൾ ഒരു വരുമാന മാർഗം കൂടി ആയിരിക്കുകയാണ്. ചെണ്ടുമല്ലി വിളവെടുത്താൽ വിപണിയിൽ മികച്ച വില ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ക്ഷേത്ര കമ്മിറ്റി. അത് കൂടുതൽ വിപണി കണ്ടെത്തിയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കൊടുക്കും. അത് എല്ലാ വീട്ടിലും നല്ല മനോഹരമായ ഒരു പൂക്കൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ പദ്ധതിക്ക് തയ്യാറെടുത്തത്. അത് ആദ്യം നമ്മൾ ഇത്ര വിജയിക്കുന്നു നമുക്ക് തോന്നിയിട്ടുണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത്. ചെണ്ടുമല്ലി കൃഷി വൻ വിജയമായതിൽ സന്തോഷത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ. ക്ഷേത്രമുറ്റത്തെ ആദ്യത്തെ വിളവെടുപ്പിൽ ലഭിച്ച പൂക്കൾ തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ സമർപ്പിച്ചു. വരും വർഷങ്ങളിൽ കൂടുതൽ സജീവമായി ചെണ്ടുമല്ലി കൃഷി തുടരാനാണ് തീരുമാനം. നാട്ടിലെ മറ്റ് ക്ഷേത്ര കമ്മിറ്റികളും കുടുംബശ്രീ പ്രവർത്തകരും ക്ലബ്ബുകളും സന്നദ്ധ കമ്മിറ്റികളും പൂകൃഷിയിലേക്ക് തിരിഞ്ഞാൽ മറുനാടൻ പൂക്കളെ ആശ്രയിക്കാതെ തദ്ദേശീയമായി ഓണപ്പൂക്കൾ ഒരുക്കുവാൻ സാധിക്കുമെന്നാണ് ക്ഷേത്രമുറ്റത്തെ ചെണ്ടുമല്ലി കൃഷിയിലൂടെ ഇവർ നൽകുന്ന മാതൃക. ന്യൂസ് 18 കാസർഗോഡ്. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ ഇനിയും നമുക്ക് ഈ ഒരു മാസക്കാലം മുഴുവൻ കാണാൻ പറ്റുമെന്നുള്ളതാണ് ചിങ്ങമാസത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. ഇന്ന് സെപ്റ്റംബർ 1. ഇന്ന് മുതൽ സെപ്റ്റംബർ 30 വരെ ദേശീയ പോഷകാഹാര മാസം അഥവാ നാഷണൽ ന്യൂട്രീഷൻ മന്ത് ആയി ആചരിക്കുകയാണ്. നാഷണൽ ന്യൂട്രീഷൻ വീക്ക്, അതായത് ഇത് കഴിഞ്ഞ വർഷം വരെ വാരമായിട്ടാണ് ആഘോഷിച്ചിരുന്നത്. അപ്പോൾ ഈ വർഷം ഇത് മന്തായിട്ടാണ് ആചരിക്കുന്നത്. ഇത് ആദ്യമായി ആചരിച്ചത് 1975-ലാണ്. 1982-ലാണ് ഇന്ത്യയിൽ ഇത് ആദ്യമായി ആചരിക്കുന്നത്. അപ്പം നമ്മളോടൊപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്. അതെ, 2024 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ തീം എന്ന് പറയുന്നത് ആരംഭത്തിൽ നിന്ന് സ്മാർട്ടായ ഭക്ഷണം നൽകുക എന്നതാണ്. ചെറുപ്പം മുതലേ പോഷകാഹാരത്തെക്കുറിച്ച് യുവ മനസ്സുകളെ ബോധവൽക്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ തീം ഊന്നി പറയുകയാണ്. അപ്പോൾ നമുക്കിനി അതിഥിയിലേക്ക് കടക്കാം അല്ലേ? ആരാണ് നമുക്കൊപ്പം ചേരുന്നത്? നമ്മുടെ കൂടെ ഉള്ളത് ICDS, അതായത് ഇന്റഗ്രേറ്റഡ് ചിൽഡ്രൻ ഡെവലപ്മെന്റ് സർവീസസ് കണ്ണൂരിന്റെ ഡിസ്ട്രിക്ട് ഓഫീസറായ ബിന്ദു സി ആണ് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. ബിന്ദു മാം, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ന്യൂസ് 18 കേരളത്തിലേക്ക് മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. താങ്ക് യു മാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മന്തിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരുകൾ എന്തൊക്കെയാണ് ഈ ഒരു മന്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്? നേരത്തെ തന്നെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ 1982 തൊട്ട് പോഷണ വാരം ആയി സെപ്റ്റംബർ 1 മുതൽ 7 വരെ ആചരിക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ 7 വർഷങ്ങളായി നമ്മൾ ഒരു മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടികളോടുകൂടെ ഇത് പോഷണ മാസമായിട്ടാണ് ആഘോഷിച്ച് വരുന്നത്. അതും നല്ല ജനകീയ പങ്കാളിത്തത്തോടെയാണ് നമ്മൾ ഈ പ്രോഗ്രാം നടപ്പിലാക്കി വരുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം 2047 ആകുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിനെ ഒരു വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഏത് വികസന ലക്ഷ്യത്തിനും അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് ആരോഗ്യവും പോഷണവും.
അപ്പൊ അതുകൊണ്ട് അതിലും പ്രത്യേകിച്ച് കുട്ടികളുടെയും അതുപോലെ ഗർഭിണികളുടെയും അതുപോലെ മറ്റ് സ്ത്രീകളുടെയും ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പ്രീ കണ്ടീഷൻ തന്നെ ആണ് എന്ന് പറയാം. അപ്പൊ അത് നമ്മളുടെ UN-ന്റെ ഗോൾസ് നോക്കിയാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഏത് ഇന്റർനാഷണൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയാലും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം, പോഷണം, അതുപോലെ അവരുടെ മരണനിരക്ക് അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഈ ഒരു പരിപാടി വളരെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കുന്നത്. ഈ വർഷം ഇന്ന് തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ ഇന്നലെ തന്നെ ഇതിന്റെ ഒരു പ്രധാന തീമായ ഏക് പേഡ് മാ കെ നാം, അതായത് അമ്മയ്ക്കായി ഒരു മരം എന്നുള്ള ഒരു വിഷയം അടിസ്ഥാനമാക്കി കേരളത്തിലെ മുഴുവൻ അങ്കണവാടികളിലും ഞങ്ങൾ മരത്തൈകൾ നടുകയുണ്ടായി. അപ്പൊ അങ്ങനെയാണ് ഇന്നലെ ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗുജറാത്തിലാണ് ഇതിന്റെ ഉദ്ഘാടനം നടന്നത്, നാഷണൽ വൈഡ് ആയിട്ടുള്ള ഇനോഗ്രേഷൻ. അപ്പൊ 10 മണി മുതൽ 11:30 വരെ ആ ഒരു ട്രീ പ്ലാന്റേഷൻ ഡ്രൈവോട് കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മറ്റ് പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് അനീമിയ നമ്മളെ രാജ്യത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും സംസ്ഥാനത്തിനെ സംബന്ധിച്ചിട്ടാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട നമ്മൾ അഡ്രസ് ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് നമുക്കറിയാം. അപ്പൊ അനീമിയ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ T3 എന്ന് പറയും, ടെസ്റ്റ്, ട്രീറ്റ് ആൻഡ് ടോക്ക്. അതായത് അറിയാം, പറയാം, പ്രതിരോധിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പൊ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 14 മുതൽ 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ, അതുപോലെ കൺസെപ്ഷൻ സ്റ്റേജിലുള്ള സ്ത്രീകൾ, അതുപോലെ നമ്മുടെ ട്രൈബൽ മേഖലയിലും റെസിഡൻഷ്യൽ സ്കൂളുകള്, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകള്, അതുപോലെ നഗരങ്ങളിലെ പിന്നോക്ക പ്രദേശങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അനീമിയ ബോധവൽക്കരണ പരിപാടികളും പ്രതിരോധ പരിപാടികളും ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വിവ എന്ന് പറഞ്ഞ് അനീമിയ നിയന്ത്രണത്തിനായിട്ടുള്ള ഒരു പ്രത്യേക പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. വിവ എന്ന് വെച്ചാൽ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പരിപാടിയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വളർച്ചാ നിരീക്ഷണമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രീ സ്കൂൾ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ICDS-ലൂടെയുള്ള പ്രീ സ്കൂൾ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വളർച്ചാ നിരീക്ഷണമാണ്. അതായത് ഓരോ കുട്ടിക്കും പ്രായത്തിനനുസരിച്ച തൂക്കം, പൊക്കം ഇതൊക്കെ ഉണ്ടോ എന്ന് എല്ലാ മാസവും പരിശോധിക്കുകയും അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അമ്മമാരെ അറിയിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കറക്ഷൻസ് സ്വീകരിക്കാനായിട്ടുള്ള നിർദ്ദേശം അതുപോലെ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഇങ്ങനെയുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഇതിനൊരു ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അങ്ങനെ ഒരു കാര്യം നമ്മൾ നോക്കുന്നുണ്ടോ? തീർച്ചയായും ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഗുണഭോക്താക്കൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം നൽകുന്ന കാര്യങ്ങളാണോ ഉദ്ദേശിക്കുന്നത്? അതെ. അല്ല, അതിന് തീർച്ചയായും അതിലെ സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ വലിയൊരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും സപ്ലിമെന്ററി ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം അവർക്കൊരു നിശ്ചിത കാലറിയും ഊർജവും അതുപോലെ മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയ ഭക്ഷണം എല്ലാവർക്കും അംഗൻവാടിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. എല്ലാവരും എലിജിബിൾ ആണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. യാതൊരു തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് എന്തായാലും ശ്രീമതി ബിന്ദു സിയെ നമ്മളുമായി പങ്കുവച്ചത്. ഒരുപാട് നന്ദി മാം ഞങ്ങളോടൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ കൃഷ്ണന്തു, നമ്മുടെ മോർണിംഗ് വൈബ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം, നല്ല ഞായറാഴ്ച ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ തുടരട്ടെ. അതെ, കൂടുതൽ വാർത്തകളുമായി ന്യൂസ് 18-നോടൊപ്പം തന്നെ തുടരുക. നമസ്കാരം. ചിത്രവും ഒരു ധാരണ ഇല്ലാതിരിക്കില്ലല്ലോ. അതെന്ത്